ഇവിടെ പറഞ്ഞു ഒരു ചോദ്യം ഒരു ഉപചോദ്യം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കാര്യങ്ങൾ തിരിച്ചു പറയാനുള്ള ഒരു അവസരം തരുന്നു വിചാരിക്കണം. പിന്നെ ഇവിടെ അധികം ആളും ഇല്ല, ഇവരെയാണെങ്കിൽ നമുക്ക് അപ്പാലേക്കാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, ഇവിടെ പല ഈ നിങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനോട് ബന്ധപ്പെട്ടപ്പോഴും പറഞ്ഞു, എന്റെ ചോദ്യം, പ്രാർത്ഥന എന്നാൽ മനുഷ്യ കഴിവിന് അതീതമാണോ സൃഷ്ടി കഴിവിന് അതീതമാണോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത കാലത്തായി കേരളക്കരയിൽ വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഈ ചോദ്യത്തിനുള്ള മറുപടി ബഹുമാന്യനായ അലി മദനി നൽകുന്നതാണ്. السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. صلى الله على نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, മൂന്നാമത്തെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അതില് ചോദ്യോത്തര സെഷനിലാണ് നമ്മൾ. ഒന്നാമത്തെ ചോദ്യം സഹോദരൻ ചോദിച്ചിട്ടുള്ളത്, പ്രാർത്ഥന എന്നത് മനുഷ്യ കഴിവിന് അതീതമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കലാണോ, അതല്ല സൃഷ്ടികളുടെ കഴിവിന് അതീതമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കലാണോ എന്ന. ഇപ്പൊ സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമല്ല, ജിന്നും മലക്കും ഒക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികൾ തന്നെയാണ്, പ്രത്യേകിച്ചും ജിന്നുവർഗം. അങ്ങനെ ചോദ്യം തന്നെ വരാനുള്ള സാഹചര്യം, ഇന്ന് ജിന്നുകളോട് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാവുകയില്ല, മലക്കുകളോട് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാവുകയില്ല എന്ന രീതിയിൽ സമീപ കാലഘട്ടത്തിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ കുഞ്ഞീദ് മദനി അടക്കം ഇസ്ലാമിന്റെ ജീവൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കുഞ്ഞൂദ് മദനി അടക്കമുള്ള ആളുകൾ, മുജാഹിദ് പണ്ഡിതന്മാർ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്, പടച്ചവന്റെ സൃഷ്ടികളായ മനുഷ്യര്, ആ മനുഷ്യരോടാണ് സഹായം തേടാറുള്ളത്. ആ മനുഷ്യരുടെ കഴിവിൽ പെടാത്ത കാര്യങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്ന. ശ്രദ്ധിക്കണം, മനുഷ്യരുടെ കഴിവിൽപ്പെടാത്ത കാര്യങ്ങൾ ചോദിക്കേണ്ടത് പടച്ചവനോടാണ്. കാരണം മനുഷ്യരുടെ കഴിവിൽപ്പെടാത്ത കാര്യങ്ങൾ, കാര്യകാരണ ബന്ധത്തിന് അതീതമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ആ ചോദ്യം അത് പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ അത് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം ഇന്നേ വരെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് അമാനി മൗലവിയുടെ പരിഭാഷ എടുത്തിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അമാനി മൗലവി കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് ആ കാര്യം. പലപ്പോഴും അത് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അമാനി മൗലവി നൽകിയിട്ടുള്ള വിശദീകരണത്തിൽ 113-ാമത്തെ പേജ്, അതിൽ 3-ാമത്തെ പാരഗ്രാഫിൽ അവസാനം അമാനി മൗലവി ഒരു ഭാഗം നൽകുന്നുണ്ട്. എന്നാൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തതും അദൃശ്യമാർഗത്തിലൂടെ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടതുമായ കാര്യങ്ങളിൽ അവനോട് മാത്രമേ സഹായം തേടാവൂ എന്നതിൽ സംശയമില്ല. ഞാൻ ഒന്നുകൂടി വായിക്കാം ആ ഭാഗം. എന്നാൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തതും അദൃശ്യമാർഗത്തിലൂടെ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടതുമായ കാര്യങ്ങളിൽ അവനോട് മാത്രമേ സഹായം തേടാവൂ എന്നതിൽ സംശയമില്ല. പലപ്പോഴും ഫൈസൽ മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ ഈ ഭാഗം മാത്രം എടുത്തിട്ട് സമൂഹത്തെ പഠിപ്പിക്കുന്നത് സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അപ്പൊ സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടത് അവരോട് ചോദിച്ചാൽ അതെന്തല്ല, പ്രാർത്ഥനയല്ല എന്നാണ് സമൂഹത്തെ പഠിപ്പിക്കാറുള്ളത്. അപ്പൊ സൃഷ്ടികൾ എന്ന് പറയുമ്പോൾ അതിൽ ജിന്നും മലക്കും ഒക്കെ പെടും.
അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ജിന്നുകളോടും മലക്കുകളോടും അവരുടെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ എന്തല്ല, പ്രാർത്ഥനയല്ല എന്നാണ് സമൂഹത്തെ ഇവർ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത്. വസ്തുത എന്താ? ഇവിടെ സൃഷ്ടികൾ എന്നതുകൊണ്ട് അമാനി മൗലവിയോ ചെറിയ മുണ്ടമോ അതല്ല കുഞ്ഞീദ് മദനിയോ ഇവരൊക്കെ ഉദ്ദേശിച്ചത് എന്താ? അത് ഈ പാരഗ്രാഫ് മുഴുവൻ വായിച്ചാൽ മനസ്സിലാകും. ഞാൻ ആ പാരഗ്രാഫ് തുടക്കം മുതലൊന്ന് വായിക്കാം. ഇപ്പറഞ്ഞതിൽ നിന്ന് സൃഷ്ടികളോട് യാതൊരു കാര്യത്തിലും സഹായം അർത്ഥിക്കേണ്ടതില്ലെന്നോ അർത്ഥിച്ചുകൂടാ എന്നോ ധരിക്കേണ്ടതില്ല. അവിടെയും അമാനി മൗലവി ആദ്യം ഉപയോഗിക്കുന്നത് ഇപ്പറഞ്ഞതിൽ നിന്ന് സൃഷ്ടികളോട് യാതൊരു കാര്യത്തിലും സഹായം അർത്ഥിക്കേണ്ടതില്ലെന്നോ അർത്ഥിച്ചുകൂടാ എന്നോ ധരിക്കേണ്ടതില്ല. അള്ളാഹു പറയുന്നു, വതആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യകരമായതിലും ഭയഭക്തിയിലും അഥവാ സൂക്ഷ്മത പാലിക്കുന്നതിലും നിങ്ങൾ അന്യോന്യം സഹായം നൽകുവീൻ. തആവനു അലൽ ബിർരി വത്തഖ്വ, അതിന്റെ ആശയം കൊടുത്തു മാഇദ 2-ാമത്തെ ആയത്ത്. എന്നിട്ട് തുടർന്ന് പറയാം, മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള കഴിവിൽപ്പെട്ടതും നല്ലതുമായ ഏതു കാര്യങ്ങളിലും പരസ്പരം സഹായ സഹകരണം ചെയ്യണമെന്നു സാരം. അപ്പൊ ഇവിടെ സൃഷ്ടികൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആരെയാണ്? മനുഷ്യരെയാണ്. അപ്പൊ മനുഷ്യരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ സഹായം ചോദിച്ചാൽ പരസ്പര സഹായ സഹകരണം ചെയ്യണമെന്നു സാരം. ഇത് തെറ്റല്ലെന്ന് മാത്രമല്ല, ചിലപ്പോൾ അത്യാവശ്യവും ചിലപ്പോൾ അനിവാര്യവും കൂടിയായിരിക്കും. ദുൽഖർനൈനി അലൈഹിസ്സലാം പോലും യഅ്ജൂജ് മഅ്ജൂജിന്റെ പ്രവേശനം തടയുവാനുള്ള അണക്കെട്ട് നിർമ്മാണത്തിൽ ജനങ്ങളോട് അഈനൂനി ബിഖുവ്വത്തിൻ, ശക്തി നൽകി എന്നെ സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ടതായും അവർ ഇരുമ്പു കട്ടികളും മറ്റും നൽകി സഹായിച്ചതായും സൂറത്തു കഹ്ഫിൽ അല്ലാഹു പ്രസ്താവിച്ചിരിക്കുന്നു. അപ്പോ ദുൽഖർനൈനി ആ നാട്ടുകാരോട് സഹായം തേടിയതിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത്, മനുഷ്യനോട്. എന്നിട്ടാണ് പറയുന്നത്, എന്നാൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തതും അദൃശ്യമാർഗത്തിലൂടെ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടതുമായ കാര്യങ്ങളിൽ അവനോട് മാത്രമേ സഹായം തേടാവൂ എന്നതിൽ സംശയമില്ല. അപ്പൊ ഇവിടെ സൃഷ്ടികളുടെ കഴിവ് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ കഴിവിൽപ്പെട്ടത് നമുക്ക് പരസ്പരം സഹായം ചോദിക്കാം. എന്നാൽ മനുഷ്യരുടെ കഴിവിൽപ്പെടാത്തതും അദൃശ്യമാർഗത്തിലൂടെ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടതുമായ കാര്യങ്ങളിലുള്ള സഹായത്തേട്ടം അള്ളാഹുവിനോട് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന. മനുഷ്യരുടെ കഴിവിൽപ്പെടാത്ത കാര്യങ്ങൾ, അദൃശ്യമായിട്ടുള്ള അഥവാ വൈബിയായിട്ടുള്ള കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലാഹു അല്ലാത്ത ആരോട് സഹായം ചോദിച്ചാലും അതെല്ലാം ശിർക്കാണ്, യാതൊരു സംശയവുമില്ല. ഇവിടെ പറഞ്ഞത് മനുഷ്യ കഴിവിന് അതീതമാണ് പ്രാർത്ഥന എന്ന്. അപ്പോ താമനു അൽബിരിയോ തക്കുവ എന്ന് പറഞ്ഞ ആയത്ത് അവിടെ ഓതിയത് സൃഷ്ടി കഴിവിന് ഒരു ഉദാഹരണം എന്നുള്ളതിലേക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ അവിടെ അമാനി മൗലവി സൃഷ്ടികൾ എന്നതുകൊണ്ട് മനുഷ്യൻ മാത്രമാണ് ഉദ്ദേശിച്ചത് എന്ന് ആ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഗവേഷണം നടത്തി കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ്. ഏതായാലും ഞാൻ ആ വിഷയത്തെക്കുറിച്ച് ആ ആയത്തൊന്ന് പഠിക്കാം. അപ്പൊ ഞാനിങ്ങനെ ഒരു ചോദ്യം ചോദിക്കാണ്ടായ സാഹചര്യം 1950 വർഷം ശരിയാണെന്നാണ് ഉറപ്പില്ല. അപ്പൊ 1950 കേരള നദത്തുൽ മുജാഹിദിന്റെ മുമ്പത്തെ സമാദരണീയനായ പണ്ഡിതനായ MCC അബ്ദുറഹ്മാൻ മൗലവി നടത്തിയ ഒരു സംവാദ വ്യവസ്ഥ, ഞാൻ പരപ്പനങ്ങാടിയിൽ വെച്ചാണെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പൊ അതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, പടപ്പുകളുടെ കഴിവിൽപ്പെടാത്തതും പടച്ചവന്റെ കഴിവിൽ മാത്രം ഇരിക്കുന്നതുമായ കാര്യങ്ങളെ പടപ്പുകളോട് ചോദിക്കൽ, പടപ്പുകൾ ആരായാലും ശരി അത് ശിർക്കാണെന്നും ആ പ്രാർത്ഥന ഇബാദത്താണെന്നും ഖുർആൻ തെളിയിക്കുന്നത് കാണുക എന്നിട്ട് പറഞ്ഞ് ഒരായത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ പുസ്തകത്തിൽ തന്നെ 37-ാം പേജില്, 38-ാം പേജില്, 70-ാം പേജില് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ പടപ്പുകളുടെ കഴിവിന് അതീതമായതാണ് പ്രാർത്ഥന എന്ന്
വ്യക്തമായി പറയുന്നതായി കാണുന്നുണ്ട്. ഇനി എനിക്കൊരു അവസരം തരികയാണെങ്കിൽ ഞാൻ ബാക്കിയുള്ളതും വായിക്കാൻ തയ്യാറാണ്. അപ്പോ ഇതൊക്കെ വായിക്കണം. ഖുർആൻ തെളിയിക്കുന്നത് കാണുക. വഖാല റബ്ബുക്കും ദൂനി ഇസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ആ ആയത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രാർത്ഥന ഇബാദത്ത് തന്നെയാണെന്നും ഇബാദത്ത് അല്ലാഹുവിനല്ലാതെ പാടില്ലെന്നും അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നത് ശിർക്കും കുഫ്റുമാണെന്നുള്ളതിനാൽ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് കാഫിറും മുശ്രിക്കുമാണ്, പ്രാർത്ഥിക്കുന്നവൻ കാഫിറും മുശ്രിക്കുമാണെന്ന് തീർച്ച തന്നെയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ സ്പെസിഫൈ ചെയ്യേണ്ട ഭാഗം പടപ്പുകളുടെ കഴിവ്, ആ തുടക്കം പറഞ്ഞ ഭാഗം. പിന്നെ ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും എന്താ അറിയില്ല, നേരത്തെ വായിച്ച ഭാഗം തന്നെ ഒരു വിശദീകരണം പിന്നെ ഏതോ സുഹൃത്തിന്റെ ഭാഗം വായിച്ചോ എന്നൊരു സംശയം. അപ്പൊ അതും കൂടെ ഒന്ന് വ്യക്തമാക്കി തരണം. ഇനി നമുക്ക് ചോദ്യം ചോദിക്കാണ്ട് അതിനുള്ള അവസരം തരണം. ഇതാണ് ചോദ്യം. നേരത്തെ പറഞ്ഞത് തന്നെയാണ് വിഷയം, സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത്. സുഹൃത്തിപ്പോ വായിച്ചപ്പോൾ പടപ്പുകളുടെ കഴിവിൽ പെടാത്തത്. അപ്പൊ സൃഷ്ടികൾ എന്ന് പറഞ്ഞാലും പടപ്പുകൾ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. പടപ്പുകൾ എന്ന് പറഞ്ഞാലും സൃഷ്ടികൾ എന്ന് പറഞ്ഞാലും രണ്ടും ഒരേ ആശയമാണ്. അപ്പൊ നമ്മൾ സൃഷ്ടികൾ എന്നതുകൊണ്ട് നമ്മളുടെ പണ്ഡിതന്മാർ ഉദ്ദേശിച്ചത് മനുഷ്യരാണ് എന്ന് കൃത്യമായി നേരത്തെ വിശദീകരിച്ചു. അതിനാണ് അമാനി മൗലവിയുടെ ആ പരിഭാഷയിൽ നിന്ന് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ആ ഇയ്യാക നസ്തഈൻ എന്ന് വിശദീകരിച്ചിടത്താണ് അമാനി മൗലവി എന്ത് ചെയ്തത്? തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്നുള്ള ആയത്ത് വിശദീകരിച്ചിട്ട് എന്ത് സൂചിപ്പിച്ചത്? സൃഷ്ടികളുടെ കഴിവ് എന്ന് ആദ്യം പറഞ്ഞു, അഥവാ പടപ്പുകളുടെ കഴിവ് എന്ന് ആദ്യം. അമാനി സൃഷ്ടികൾ എന്നാണ് ഉപയോഗിച്ചത്, അതിന് വേണമെങ്കിൽ പടപ്പുകൾ എന്ന് പറയാം. അപ്പൊ താവനു അലൽ ബിരി വത്തഖ്വ വലാ താവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, നിങ്ങൾ പരസ്പരം പുണ്യത്തിലും തഖ്വയിലും സഹായം തേടുക, നിങ്ങൾ ഒരിക്കലും കുറ്റത്തിലും അതുപോലെ തന്നെ ശത്രുതയിലും സഹായം തേടരുത്, സഹായിക്കരുത് എന്ന് സൂചിപ്പിച്ചു. അപ്പൊ ഇവിടെ പരസ്പരം സഹായം തേടുക എന്ന് പറഞ്ഞാൽ ആരോടാ? മനുഷ്യർക്ക് വേറെ മനുഷ്യരല്ലാത്ത ആരോടാ സഹായം തേടാനുള്ളത്? മനുഷ്യരല്ലാത്ത വേറെ ഏതെങ്കിലും സൃഷ്ടികളോട് സഹായം തേടാണ്ടെങ്കിൽ പറയാം, സഹോദരന് പറയാം. മനുഷ്യനല്ലാത്ത വേറെ ആരോടെങ്കിലും സഹായം തേടാനുണ്ടെങ്കിൽ പറയാം. അതല്ല ഇവിടെ എന്റെ ചോദ്യം എന്താ വെച്ചാല്, നിങ്ങള് പിന്നെ താവിനൊരു ബിരി തക്കുക അത് മനസ്സിലായി, അത് നിങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ഓതണ്ട. അത് മനുഷ്യരോടുള്ള സഹായത്തേട്ട ഹലാലാണ്. അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ എല്ലാ പണ്ഡിതന്മാരും ഏത് അമാനി മൗലവി ആയാലും MCC അബ്ദുറഹ്മാൻ മൗലവി ആയാലും നിങ്ങളെ ചെറിയ മുണ്ട് അടക്കമുള്ള, നിങ്ങളെ ഷബാബിന്റെ പദ്ധതി എഡിറ്ററായ ചെറിയ മുണ്ട് അടക്കമുള്ള കിതാബുകൾ നമ്മൾ കാണിച്ചു തരാൻ പറ്റും. അപ്പൊ അതിനൊക്കെ സൃഷ്ടികൾ എന്ന് കൊടുത്തിട്ട് നിങ്ങളായിട്ടൊരു വ്യാഖ്യാനം കൊടുക്കണം. എന്ത് ഇവിടെ ഉദ്ദേശിച്ചത് മനുഷ്യരാണെന്ന്. അപ്പൊ ഇത് വായിക്കുന്ന ആൾക്ക് വളരെ വ്യക്തമാണെന്ന്, പടപ്പുകൾക്ക് അപ്പുറമാണെന്ന്. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു അലിമദനി മൻസൂർ അലി ചെമ്മാടി പറഞ്ഞ രണ്ട് പ്രബോധകന്മാര് പറഞ്ഞേല് അതിനൊന്നും നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് ഒരാൾ വായിച്ച്, ഒരു വായനക്കാരൻ വായിച്ചാൽ അതിനെന്താ മനസ്സിലാവുക? അതാണ് വിശദീകരിക്കേണ്ടത്. അല്ല താവനൊരു ബിരിയോ തക്കുക എന്താണെന്ന് വളരെ വ്യക്തമാണ്. അത് കൂടുതൽ വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല. അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. മനുഷ്യരല്ലാത്ത ആരോടെങ്കിലും ഏതെങ്കിലും സൃഷ്ടികളോട് സഹായം തേടാൻ പറ്റുമെങ്കിൽ അതുണ്ടെങ്കിൽ പറയണം. അത് ഞങ്ങള് ഇവിടെ എവിടെങ്കിലും മുഖാമുഖം ഉണ്ടല്ലേ, ഞാൻ പണ്ഡിതനല്ല, അതുകൊണ്ട് തിരിച്ചുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും മുഖാമുഖ വേദികളിൽ ഉണ്ടാവും. അത് അവനാണ്ട് ഉത്തരം എന്താണ്, ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞാളം കാട്ടുന്നൊക്കെ നമ്മളെ പഴഞ്ചൊല്ല് പറയാറുണ്ട്. അപ്പൊ ഏതായാലും ഇന്റെ ചോദ്യത്തിന് ഉത്തരം പറയാനാണ്. ഞാൻ മുഖാമുഖം വെച്ചതല്ല, ഇവിടെ നിങ്ങൾ മുഖാമുഖം വെച്ചു, അതിന് ഞാൻ ചോദിക്കാൻ വന്നു. അപ്പൊ നിങ്ങൾ ഇന്റെ ചോദ്യത്തിന് മറുപടി അറിയണം. അങ്ങനെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവരുദ്ദേശിച്ച സൃഷ്ടികൾ എന്നതിൽ നിന്ന്
നിങ്ങൾ MCC അത്രമോനായിട്ട് വേറെ പുസ്തകം എടുത്തോളി, മനുഷ്യ കഴിവിന് അതീതം എന്ന് പറഞ്ഞ് നിങ്ങൾ കാണിച്ചേരി, നമ്മൾ അംഗീകരിക്കാലോ. അതേപോലെ പിന്നെ കുഞ്ഞീതുമദനി പറഞ്ഞ ആ ഭാഗം ഒന്ന് കൃത്യമായി പേജും നമ്പറും പറഞ്ഞു തന്നാല് ഞങ്ങൾ നോക്കാം, പുസ്തകമുണ്ട്. അപ്പൊ ഏതായാലും നിങ്ങൾ ഇത് മനസ്സിലാക്കണം, MCC അബ്ദുറഹ്മാൻ മൗലവി അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി ഇവരാരെങ്കിലും മനുഷ്യ കഴിവിന് അതീതമാണ് പ്രാർത്ഥന എന്ന് എവിടെയെങ്കിലും എഴുതിയതായി നിങ്ങൾ കാണിച്ചു തന്നാല് നമുക്ക് അംഗീകരിക്കാം. MCC അബ്ദുറഹ്മാൻ മൗലവി ചെറിയമുണ്ടോ, ബാക്കിയുള്ള കുറെ ആളുകൾ പറഞ്ഞെന്നാ ഞാൻ കേട്ടെടുത്തോളം. പക്ഷെ എനിക്ക് അറിയുന്നത് പിന്നെ ഈ കുഞ്ഞീത് മദനി എവിടെ പറഞ്ഞു എന്ന് പേജ് നമ്പർ അടക്കം ഞങ്ങള് പറയണം. പിന്നെ അപേക്ഷിക്കാനുള്ളത് ചോദ്യത്തിന് ഇനി അവസരം തരണം. ഏതായാലും ഈ പരിപാടിയോടുകൂടി നമ്മളെ എല്ലാം തീരണം, എല്ലാ പ്രശ്നങ്ങളും. അപ്പോ ആ ചോദ്യത്തിന് ഒരു ഉത്തരം പറയാം. ഇവരെ ഏതെങ്കിലും വേറെ എവിടെങ്കിലും മനുഷ്യ കഴിവിന് അതീതമെന്ന് പറഞ്ഞു. അപ്പൊ സഹോദരന്റെ ചോദ്യത്തിന് മുഖാമുഖത്തിന് വന്നതാണ് എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണമെന്ന്. നിങ്ങൾ നേരത്തെ ഫൈസൽ മുസ്ലിയാരുടെ ആ ക്ലിപ്പിട്ടതൊന്നും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. സിദ്ദീഖ് വന്ന് ചോദിച്ചപ്പോൾ ഫൈസൽ മുസ്ലിയാർ സദസ്സിന്ന് അങ്ങോട്ട് പിന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പൊ നമ്മൾ ഫൈസൽ മുസ്ലിയാർ ചോദിച്ചതുപോലല്ല ചോദിക്കുന്നത്. ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരിച്ചു ചോദിച്ചത്. മനുഷ്യരുടെ കഴിവിനതീതം, പടപ്പുകളുടെ കഴിവിനതീതം, അതല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിനതീതം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് പണ്ഡിതന്മാർ ഉദ്ദേശിച്ചിട്ടുള്ളത് മനുഷ്യർ തന്നെയാണ്. അതിനാണ് നമ്മൾ എന്ത് ചെയ്തത്, കേരള മുദവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അമാനി മൗലയുടെ പരിഭാഷയിൽ നിന്ന് ഇയ്യാക്കാൻ അഅ്ബുദു വ ഇയ്യാക്കാൻ അസ്തഈൻ എന്ന ആയത്തിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞ ഭാഗം വായിച്ചത്. അവിടെ ദുൽഖർനൈനിയുടെ സംഭവം പറഞ്ഞു, അതുപോലെ തന്നെ താവലു അലൽ ബിരി വത്തഖ്വ ആ ആയത്ത് സുഹൃത്തിന് മനസ്സിലായിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ സുഹൃത്തിന് ചോദ്യത്തിന്റെ ഉത്തരവും മനസ്സിലായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ആ ആയത്ത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആരോടാണ് സഹായം തേടാവുന്നത് എന്ന് മനസ്സിലാക്കാം. മനുഷ്യർക്ക് മനുഷ്യരോട് മാത്രമേ സഹായം തേടാൻ പറ്റുള്ളൂ, ജിന്നുകളോട് സഹായം തേടാൻ പറ്റുകയില്ല. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി ഗൈബിയാണ് ആ സൃഷ്ടികൾ. അതുപോലെ തന്നെ മലക്കുകളും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി ഗൈബിയാണ്. അവയോട് അതാണല്ലോ ഇപ്പൊ മനുഷ്യർക്ക് പുറമെ സഹായം തേടാൻ പറ്റാവുന്ന ശക്തികളായിട്ട് ഫൈസൽ മുസ്ലിയാരും അല്ലെങ്കിൽ സക്കരിയ സലായും ടീമൊക്കെ വിശദീകരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഒന്നാമത്തെ ഇവിടുത്തെ പരിപാടിയിൽ നമ്മൾ ലജ്നത്തു ദായിമയുടെ ഒരു ഫത്വ വായിച്ചിരുന്നു, 16,171 നമ്പർ ഫത്വ. ആ ഫത്വയിൽ വളരെ കൃത്യമായി സലഫി പണ്ഡിതന്മാരുടെ കൂട്ടായ്മ നൽകിയിട്ടുള്ള മറുപടിയും ഞാൻ വിശദീകരിച്ചിരുന്നു. അവിടെ ജിന്നുകളാവട്ടെ അതല്ലെങ്കിൽ അത് ഹാദിറാവട്ടെ ഗായിബാവട്ടെ അത്തരത്തിലുള്ള ജിന്നുകളോടോ അല്ലെങ്കിൽ മലക്കുകളോടോ ഉള്ള സഹായത്തേട്ടം അത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ വ ഇദാ സ്തഅൻത ഫസ്തഈൻ ബില്ലാഹ് ആയത്തിനും ഹദീസിനും എതിരാണ്, അതുകൊണ്ട് തന്നെ അത് ശിർക്കാണ് എന്നും വിശദീകരിച്ചത്. അപ്പൊ മലക്കുകളോടും ജിന്നുകളോടും സഹായം തേടാം എന്നാണ്, സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തു സഹായം തേടാം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശ്യമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വാദം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം. ഞങ്ങളുടെ പണ്ഡിതന്മാർ സൃഷ്ടികളുടെ കഴിവിനപ്പുറത്ത് എന്ന് പറഞ്ഞത് വളരെ കൃത്യമായി വിശദീകരിച്ചു. മനുഷ്യരുടെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങളിൽ സഹായം ചോദിക്കേണ്ടത് അഥവാ ഗൈബിയായിട്ടുള്ള കാര്യങ്ങളിൽ സഹായം ചോദിക്കേണ്ടത് അല്ലാഹുവിനോട് മാത്രമാണ്. ഗൈബിയായിട്ടുള്ള കാര്യങ്ങളിൽ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലാഹുവല്ലാത്ത ആരോട് സഹായം ചോദിച്ചാലും അതെന്താണ്? ശിർക്കാണ്. അതാണ് നേരത്തെ സുഹൃത്ത് വായിച്ച MCC വിശദീകരിച്ച ആയത്തിലുള്ളത്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബു ലക്കും. സൂറത്ത് ഗാഫിറിലെ 60-ാമത്തെ ആയത്താണത്. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് തേടുക, എന്നോട് പ്രാർത്ഥിക്കുക, എന്നോട് സഹായം തേടുക, അസ്തജിബു ലക്കും, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉത്തരം നൽകാം. എന്നാൽ ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, ആ ദുആ ഇബാദത്താണ് എന്ന് ആ ആയത്തിൽ തന്നെ വിശദീകരിക്കുന്നു. എന്നോട് മാത്രം തേടേണ്ട ആ സഹായത്തേട്ടം
ആ എന്നിലേക്ക് മാത്രം സമർപ്പിക്കേണ്ട ഇബാദത്ത് ഞാനല്ലാത്തവരിലേക്ക് സമർപ്പിച്ചാൽ, അഹങ്കാരത്തോടു കൂടി ആ രീതിയിൽ പോയാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നരകത്തിൽ എന്ത് ചെയ്യേണ്ടി വരും? നിന്ദ്യരായി പ്രവേശിക്കേണ്ടി വരും. അതുപോലെ തന്നെ സൂറത്ത് ഫാത്തിറിലെ 13-14 വചനങ്ങൾ, അവിടെ അള്ളാഹു അല്ലാത്ത ശക്തികളോട് അഥവാ മനുഷ്യരല്ലാത്ത ശക്തികളോട്, പടച്ചവനിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട, മനുഷ്യരിൽ നിന്ന് ലഭ്യമാവാത്ത സഹായത്തേട്ടം മനുഷ്യരല്ലാത്തവരോട് അതല്ലെങ്കിൽ മറ്റുള്ള പടപ്പുകളോട് അള്ളാഹുവിനു പുറമെ തേടുകയാണെങ്കിൽ അവർ മാ യംലികൂന മിൻ ഖുത്മീർ, ഒരു കാരക്കക്കുരുവിന്റെ പാട പോലും അവർ ഉടമപ്പെടുത്തുകയില്ല. ഇതിൽ മുഫസ്സിറുകൾ ആദ്യം എണ്ണി പറഞ്ഞത് ജിന്ന് ഇതിൽ പെടുമെന്ന, മലക്ക് ഇതിൽ പെടും, ഉസൈർ അലൈഹിസ്സലാം പെടും, ഈസ അലൈഹിസ്സലാം പെടും, അമ്പിയാക്കൾ പെടും, ഔലിയാക്കൾ പെടും. അപ്പൊ അവരാരും എന്ത് ചെയ്യുന്നില്ല? ഒരു കാരക്കക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. ഇനിയും തദ്ഉഹും ലാ യസ്മഉ ദുആക്കും, രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അവരോട് ദുആ നടത്തിയാൽ അതിന് മുഫസ്സിറുകൾ കൊടുത്തിട്ടുള്ള അർത്ഥം ഇൻ തസ്തഗീസുഹും എന്നാണ്. നിങ്ങൾ അവരോട് സഹായം തേടുകയാണെങ്കിൽ നിങ്ങളുടെ സഹായത്തേട്ടം അവർ കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, 3 കേട്ടാലും ഉത്തരം ചെയ്യുകയില്ല. 4 വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ പരലോകത്തിൽ നിങ്ങൾ ചെയ്ത ഷിർക്കിനെ അവർ നിഷേധിക്കും. അപ്പൊ ഇതിൽ നിന്ന് ഖുർആൻ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുള്ളത് മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങളിൽ, വൈബിയായിട്ടുള്ള കാര്യങ്ങളിൽ പടച്ചവനല്ലാത്ത ഏതെങ്കിലും ശക്തിയോട് സഹായം തേടുകയാണെങ്കിൽ ആ സഹായത്തേട്ടം ഷിർക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഷിർക്കിനെ പരലോകത്തിലെത്തുമ്പോൾ അവരെന്ത് ചെയ്യുന്ന പറഞ്ഞത്? നിഷേധിക്കും. മാത്രവുമല്ല, ആ ഷിർക്ക് സാക്ഷാൽ ഇബ്ലീസ് പോലും എന്ത് ചെയ്യുന്നുണ്ട്? പരലോകത്തിലെത്തുമ്പോൾ നിഷേധിക്കുന്നതിനെ കുറിച്ച് സൂറത്ത് ഇബ്രാഹിമില് അള്ളാഹ് വിശദീകരിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുമ്പോൾ ഇബ്ലീസ് പരലോകത്ത് വെച്ച് നല്ലൊരു വാഴ് പറയുന്ന, ആ വാവിന്റെ അവസാനത്തിൽ അയാൾ പറയുക, ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബ്ൽ, ഇതിനു മുമ്പ് നിങ്ങൾ എന്നെ പങ്കു ചേർത്തതിൽ ഞാനിതാ അതിനെ നിഷേധിക്കുന്നു, ളാലിമീങ്ങൾക്ക് കടുത്ത ശിക്ഷയുണ്ട്. അഥവാ ജിന്നുകളോടുള്ള അത്തരത്തിലുള്ള സഹായത്തേട്ടം ഷിർക്കാണ് എന്ന് പരലോകത്ത് ആരും സമ്മതിക്കും? സാക്ഷാൽ ഇബ്ലീസ് പോലും സമ്മതിക്കും. അപ്പൊ സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനുഷ്യ കഴിവിന് അതീതമായിട്ടുള്ള കാര്യങ്ങളിൽ. അതിനാണ് അമാനി മൗലവിയുടെ പരിഭാഷ വായിച്ചിട്ടുള്ളത്. ഇനി സഹോദരൻ പറയേണ്ടത്, മനുഷ്യർക്ക് മനുഷ്യരല്ലാത്ത വേറെ ഏതെങ്കിലും സൃഷ്ടികളോട് സഹായം തേടാൻ പറ്റുമെങ്കിൽ അത് പറയണം. അങ്ങനെ ആരെങ്കിലും ഫൈസൽ മുസ്ലിയാരോ സക്കരിയ സലാഹിയോ ആരെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് സൂചിപ്പിച്ചാർക്കടില്ല. ഹലോ, ഫസ്റ്റ് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കുകയാണ്. ഈ വിഷയത്തിലൊക്കെ പഠനം നടത്തുന്ന ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് അവന് ഒരു അവസരം കൂടെ നമ്മൾ കൊടുക്കുകയാണ്. ഈ ചോദ്യം കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് മൈക്ക് കൈമാറാവുന്നതാണ്. പിന്നീട് അവസരത്തിനനുസരിച്ച് വീണ്ടും ചോദിക്കാവുന്നതാണ്. ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഇപ്പൊ പറഞ്ഞതിന് മറുപടി പറയാനുള്ള അവസരം തരണം, അടുത്ത ചോദ്യം ചോദിക്കാനുള്ള അവസരം തരണം. അപ്പൊ 2, ഇവിടെ എന്തായത്തോ ഓതി ആരെ പൊട്ടനാക്കുക? ഇൻതദൂഹും ലാ യസ്മഉ ദുആക്കും വലു, ആരെയും പറഞ്ഞാണ് ജിന്ന് കാരക്കക്കുരുവിന്റെ പാട ഉടമയാക്കുണ്ടെന്ന്? ഇങ്ങനത്തെ തനി ഖുറാഫികളോട് ഓതുന്ന ആയത്തുകൾ ഇവിടെ ഓതുക. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. പ്രാർത്ഥനയാണ് ഇവിടെ. സൃഷ്ടി കഴിവിന് അതീതമാണോ മനുഷ്യ കഴിവിന് അതീതാണോ എന്ന്, പ്രാർത്ഥനയാണോ അല്ലേന്ന് കാണിക്കാനാ. അല്ലാതെ പ്രാർത്ഥന ശിർക്കല്ല എന്ന് കാണിക്കാൻ ഞങ്ങൾ ആരും ഇവിടെ ശ്രമിച്ചിട്ടുമില്ല. ഇവിടെ തന്നെ വമൻ അകല്ലു, അതേപോലെ ഇൻതദൂഹും, അങ്ങനത്തെ ഓരോ ആയത്തുകൾ ഓതിയിട്ട് അത് ജനങ്ങളെ കണ്ണു പൊടിടാനാണ്. അപ്പൊ അങ്ങനത്തെ പിന്നെ സക്കരിയ എന്നല്ല, ഈ സഹായം തേടാന് എങ്ങനെയും വകുപ്പുണ്ടാക്കാൻ വേണ്ടിയാണ് ഇമാര് ചോദ്യം ചോദിക്കണമെന്ന്. ഏതെങ്കിലും കേരള ജംഇയ്യത്തുൽ ഉലമയിലെ അല്ലെങ്കിൽ ഈ കേരളക്കരയിലെ നിങ്ങൾ ജിന്നുകളികളെന്ന് ആരോപിക്കണം. ആരെങ്കിലും ജിന്നുകളോട് സഹായം തേടാന്നുള്ളൊരു വാദം നിങ്ങൾ തെളിയിക്കേ. നിങ്ങൾ എത്ര കാലമായി നിങ്ങൾ വെല്ലുവിളിക്കണേ? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞെടുക്കണം ആർക്കും വേണ്ടി. അപ്പൊ അതടുത്ത് ഈ പറയണം. പിന്നെ എന്റെ അടുത്ത ചോദ്യം ഇത് മറുപടി പറയട്ടെ.
അടുത്ത ചോദ്യം അവസരമുണ്ട്. ഫസീഹ് മനസ്സിലാക്കേണ്ടത് ഇവിടെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മറുപടി പറയുന്നത്. മറുപടി പറയുമ്പോൾ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളോടും ഹദീസുകൾ ഉദ്ധരിക്കും, പണ്ഡിതന്മാർ പറഞ്ഞ നിർവചനങ്ങൾ ഉണ്ടാകും, അമാനി മൗലവിയുടെ തഫ്സീർ ഉദ്ധരിക്കും. അപ്പൊ ഇതൊന്നും എനിക്ക് കേൾക്കണ്ട, ഞാൻ വിചാരിച്ചൊരു മറുപടി കിട്ടണം എന്നല്ല. അപ്പൊ ആ നിലക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ ഇനി അവസരമുണ്ട്. അലി മദനി വിശദീകരിക്കും. സൂറത്ത് ഫാത്തിറിലെ 13-14 ആയത്ത് നമ്മൾ വായിച്ചത് എന്തിനറിയോ? മനുഷ്യരുടെ കഴിവിനപ്പുറത്ത് വേറെ ഏത് സൃഷ്ടിയോട് സഹായം തേടിയാലും അത് ശിർക്കാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാനാണ്. അപ്പൊ ഇൻ തദ്ഉഹും, നിങ്ങൾ അവരോട് സഹായം തേടിയാൽ എന്ന ആയത്ത് നമ്മൾ ഖുറാഫികളോട് ഓതലുണ്ട്. നിങ്ങളും അതേ ഖുറാഫാത്തക്ക് പോയപ്പോഴാണ് നിങ്ങളോട് എന്ത് ചെയ്യേണ്ടി വന്നത്? ആ ആയത്ത് ഓതേണ്ടി വന്നത്. അവിടെ ഖുറാഫികൾ അമ്പിയാക്കളെയും ഔലിയാക്കളെയും വിളിച്ചു തേടുന്നുവെങ്കിൽ നിങ്ങൾ സമൂഹത്തോട് പറയുന്നത് എന്താണ്? ജിന്നുകളോടും മലക്കുകളോടും എന്ത് ചെയ്യാമെന്നാ പറഞ്ഞത്? സഹായം തേടാമെന്നാ. അപ്പൊ ഹാലുറായ ജിന്നിനോട് സഹായം തേടിയാൽ അതെന്തല്ല? ഷിർക്കല്ല. ഓയിബായ ജിന്നിനോട് സഹായം തേടിയാലേ ഷിർക്കാവുകയുള്ളൂ എന്ന് ആലുവയിൽ കെ സക്കരിയ സലായി പ്രസംഗിച്ചിട്ടുള്ളത് നമ്മൾ പലപ്പോഴായി കേൾപ്പിച്ചതാ. അതുപോലെ തന്നെ ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവർ സഹായിക്കും, എന്നാൽ പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യുകയില്ല എന്നും സക്കരിയ സലായി വിശദീകരിച്ചത് നമ്മൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നതാണ്. അപ്പൊ നമ്മൾ ഈ ആയത്തോടിയത് സൃഷ്ടികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യരാണ് എന്ന് തെളിയിക്കാനാണ് ആയത്തോടിയത്. കാരണം മനുഷ്യരല്ല, അതിൽ ജിന്ന് പെടുമെങ്കിൽ ഇൻ തദ്ഉഹും എന്നുള്ളടത്ത് നിങ്ങൾ അവരോട് ഇൻ തസ്തഗീസൂഹും എന്ന ആയത്തിന്റെ പരിധിയിൽ മുഫസ്സിറുകൾ ആരെ ഉൾപ്പെടുത്തൂല? ജിന്നിനെ ഉൾപ്പെടുത്തുകയില്ല. അപ്പൊ സൃഷ്ടികളുടെ കഴിവിന്റെ അപ്പുറത്തുള്ളത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിച്ച എന്താ? മനുഷ്യരുടെ കഴിവിൽ പെടാത്തത് വൈബിയായിട്ടുള്ള കാര്യങ്ങളിൽ അള്ളാഹുവിനോട് സഹായം തേടാൻ പാടുള്ളൂ എന്നാ. അതെല്ലാം മനുഷ്യരുടെ കഴിവിൽ പെടാത്തത് ജിന്നുകളോട് തേടാം എന്നാണ് ഇസ്ലാമിന്റെ വീക്ഷണമെങ്കിൽ, അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് എങ്കിൽ ഇൻ തദ്ഉഹും എന്നുള്ളതിന് വിശദീകരണം നൽകുമ്പോൾ അതിൽ ജിന്ന് പെടും മലക്ക് പെടും എന്ന് ആരും പഠിപ്പിക്കില്ല. മുഫസ്സിറുകൾ പഠിപ്പിക്കുകയില്ല, അള്ളാഹു പഠിപ്പിക്കുകയില്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ത് ചെയ്യുകയില്ല? പഠിപ്പിക്കുകയില്ല. അപ്പൊ നിങ്ങൾ സൂചിപ്പിക്കുന്നത് ഫൈസൽ മുസ്ലിയാരും ടീമും പഠിപ്പിക്കുന്നത് മനുഷ്യന് പുറമെ ജിന്നുകളോടും മലക്കുകളോടും അവർക്ക് നൽകപ്പെട്ട കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ അതെന്തല്ല? ശിർക്കല്ല എന്നാണ് പഠിപ്പിക്കുന്നത്. ആണ് എന്ന് സ്ഥാപിക്കാനാണ് ആയത്ത് ഓതിയത്. മാത്രവുമല്ല ആ ആയത്ത് തന്നെ വിശദീകരിക്കുന്ന മറ്റൊരു കാര്യം എന്താ? സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനുഷ്യരുടെ കഴിവിൽപ്പെട്ടത് എന്നാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുകയില്ല? ഇൻ തദ്ഉഹും എന്ന ആയത്തിന് വിശദീകരണം നൽകുന്നിടത്ത് അവിടെ ജിന്ന് പെടും എന്ന് പറയില്ല മുഫസ്സിറുകള്. സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടത് എന്ന് പറയുമ്പോൾ ജിന്നുകളുടെ കഴിവിൽപ്പെട്ടതും ചോദിക്കാം എന്നാണെങ്കിൽ ആ ചോദ്യം ശിർക്കാകുമെന്ന് ഒരിക്കലും എന്ത് ചെയ്യുകയില്ല? മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയില്ല. അതുകൊണ്ടാണ് പ്രമാണം ഉദ്ധരിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മറുപടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സൃഷ്ടികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യർ തന്നെയാണ്. ഞാൻ വീണ്ടും സുഹൃത്തിനോട് ചോദിക്കുകയാണ്, മനുഷ്യർക്ക് മനുഷ്യരോടല്ലാതെ വേറെ ഏതെങ്കിലും സൃഷ്ടികളോട് സഹായം തേടാൻ പറ്റുമെന്ന് പരിശുദ്ധ ഖുർആനിന്റെയോ ഹദീസിന്റെയോ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? അടുത്ത ആൾക്ക് മൈക്ക് കൈമാറാവുന്നതാണ്. അല്ല, ആ അവസരമാണ് നമ്മൾ തന്നത് ഫസീഹിന്. അല്ല, ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള സഹായതേട്ടം ഉണ്ടെങ്കിൽ അത് വിശദീകരിക്കാം. അതല്ല മറ്റൊരു ചോദ്യമാണെങ്കിൽ അടുത്ത ആ ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യമാണ് ഇപ്പൊ ഫസീഹ് ചോദിച്ചത്. മൂന്നാമത്തെ ചോദ്യം ഓക്കെ, ഒന്നുകൂടെ ചോദിക്ക്. പിന്നെ ഇവിടെ പറഞ്ഞ് ഇൻ തദ്ഉഹുകളില് മനുഷ്യൻ പെടൂലേ? മനുഷ്യൻ പെടും. അത് പറഞ്ഞാൽ ഒരിക്കലും സംസാരിക്കരുത്. അവിടെ മനുഷ്യനും പെടും, ജിന്നും പെടും, മലക്കും പെടും, പഠിച്ചോനല്ലാത്ത എല്ലാ സൃഷ്ടികളും ഇൻ തദ്ഉഹും കൂട്ടത്തിൽ പെടും. കാരണം ദുആണ്. പിന്നെ അതിൽ ജിന്ന് പെടൂല്ല, മലക്ക് പെടില്ല. അതിലൊന്നും നിങ്ങൾ ഇവിടെ കളിക്കുക ആവശ്യമില്ല. പിന്നെ നേരത്തിന്റെ പ്രശ്നത്തിൽ വല്ല
എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ മോശമായി തോന്നിയതിനെ ഞാൻ ക്ഷമ വയ്ക്കുക. പിന്നെ ലജ്നന്റെ ഒരു 10 ഓതി, ലജ്നന്റെ 100 ഫത്വ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇസ്ത്യാൻതും ബിൽ ജിന്ന്, അതായത് ജിന്നുകളോടുള്ള സഹായത്തേട്ടം, ഹാദിറായ കാദിറായ, നിങ്ങൾ നേരത്തെ പറഞ്ഞ വിശേഷണമൊക്കെ ഉള്ള ജിന്നിന് ഞങ്ങൾ പറയണേ അത് മുഹറമത്തും വസോയിലും പിന്നെ ഷിർക്കിന് വരെയുള്ള ഫത്വ നിങ്ങൾ കാണിച്ചു തരും. ബക്കറബു ചെയ്തിട്ട് വസീലത്തുനില്ല ഷിർക്ക് എന്ന് പറഞ്ഞ ഫത്വ നിങ്ങൾക്ക് ഒന്നല്ല ഇഷ്ടം പോലെ കാണിച്ചു തരും. മുഹർ അങ്ങനെ കാണിച്ചു തരാം. അപ്പൊ ലജനന്റെ ഫത്വ ഓതിയതുകൊണ്ട് ഇവിടെ പറഞ്ഞാണ് ബക്കറബു ചെയ്തിനെ പോലുള്ള ഇബ്രിവാജിനെ പോലല്ല. പിന്നെ യായിബാലിൽ തന്നെ അത് ഹാദിറാണ് അവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞ ഫത്വ. ലജിനന്റെ ഫത്വൊക്കെ അയിമക്കൊക്കെ കയറിയാൽ മിക്കവാറും പിടുത്തം വിടും. ചുരുക്കി സമയം വളരെ കുറവാണ്. ചോദ്യത്തിന്റെ പ്രസക്ത ഭാഗം പറയാം. എന്താണ് ഫസീഹിന് കിട്ടേണ്ടത്? അപ്പൊ അടുത്ത ചോദ്യമാണ് ചോദിക്കേണ്ടത്, അവിടുന്ന് വിശദീകരണമല്ല. വേഗം ചോദ്യം ചോദിക്കാം, നമുക്ക് സമയമില്ല. ആയിക്കോട്ടെ ചോദ്യം. അപ്പൊ CP ഉമർ സുല്ലമി പറഞ്ഞത് അല്ല, സോറി CP അറിയണ എഴുതി കൊടുത്ത ആളുകൾ ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യം. ഇത് ഞാൻ തന്നെ എഴുതിയാണ്. വേഗം ചോദിക്കാം. ഞാൻ ഒരു ചോദ്യം നിങ്ങൾക്ക് CPന്റെ ചുരുക്കം പറയാം. കോഴി കൂണ് കേട്ടാല് എന്താണ് നിങ്ങള് എന്ത് ചെയ്യണം? അള്ളാന്റെ ഔദാര്യത്തെ തേടണം. അത് അള്ളാഹുവിന്റെ CPന്റെ പ്രാർത്ഥനകൾ നിത്യജീവിതത്തിൽ മറ്റൊരു വിഷയമാണ്. രണ്ടാമതൊരു വിഷയമാണ് ചോദ്യം ഇതിന് വരുന്നത്. അപ്പൊ ഇതിലാണ് വരുന്നത് പ്രാർത്ഥനകൾ നിത്യജീവിതത്തില്. ആ പുസ്തകത്തിൽ CP പറയുന്നത് രാത്രി നായകളും കഴുതകളൊക്കെ കൊരക്കണത് ഓലൊച്ചൊക്കെ കേട്ടാ നിങ്ങൾ മനസ്സിലാക്കിക്കോളി എന്താണ് ഓല ശൈത്താനെ കണ്ടൈകാരെന്ന് അങ്ങനെ പറഞ്ഞാൽ നിഷേധിക്കാം. പിന്നെ ആപ്പ് എന്താണ്? പിന്നെ ഉസ്മാൻ സാഹിബ് രണ്ടുകൂടി കൂട്ടി വായിക്കണം. ഒയ്ബ് എന്ന പുസ്തകത്തില് ഉസ്മാൻ സാഹിബ് പറഞ്ഞാണ് ഇപ്പൊ പൂച്ചക്ക് കാണാൻ പറ്റുന്നത് മനുഷ്യനെ കണ്ടോണമെന്നില്ല. അപ്പൊ അതൊക്കെ എന്താണ്? ആപേക്ഷിക ഒയ്ബാണെന്നാണ് പറഞ്ഞത്. അത് സാക്ഷാൽ ഒയ്ബല്ല, ആപേക്ഷിക ഒയ്ബാണ്. ഏത് കോഴിക്ക് കാണാൻ മനസ്സിലായി. അപ്പൊ എന്തുകൊണ്ട് ചോദ്യം എന്താ വെച്ചാല് ഈ വിശ്വാസ കാര്യങ്ങളിൽ, അതായത് ഷിർക്ക് തൗഹീദ് വേർതിരിക്കുന്ന കാര്യങ്ങളിൽ ആപേക്ഷിക ഒയ്ബല്ല, നമ്മൾ സാക്ഷാൽ ഒയ്ബാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഉസ്മാൻ സാഹിബ് ഒയ്ബ് എന്ന പുസ്തകത്തിൽ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. അതിന് തള്ളണിയില് ഇവിടുത്തെ പല പ്രവർത്തകരായിട്ട് നമ്മൾ ബന്ധപ്പെട്ടപ്പോ ഉസ്മാൻ സാഹിബിനെ നമുക്ക് ഓൾതൊന്ന് നോക്കിന്നാല് നമുക്ക് പലരും നടക്കൂലെന്ന് വരെ പ്രതികരണങ്ങള് ഉത്തരവാദപ്പെട്ട ഭാഗത്തുനിന്നുണ്ടായിക്കണ്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിലാണ് ചോദ്യം ഈ എന്താണ് ഈ ആപേക്ഷിക ഒയ്ബ് സാക്ഷാൽ ഒയ്ബ്? അപ്പൊ ഇത് ശരിക്കും ജിന്ന് ഭൗതികല്ലേ ആവുക? പിന്നെ ഷബാബിൽ തന്നെ എഴുതിയണ്, ചെറിയ കൊണ്ട് എഴുതിയണ് ഇസ്ലാമിക ജിന്ന് ഭൗതികമാണോ അഭൗതികമാണോ? ഉസ്മാൻ സാഹിബ് അതുപോലെ തന്നെ വേറെ കുറിച്ചാ പറഞ്ഞത്? CP പറഞ്ഞ എന്താ? രാത്രിയിൽ ഇന്ന ശബ്ദം കേട്ടാലൊക്കെ നായ കുറച്ചാൽ അല്ലെങ്കിൽ ഇന്ന ജീവി കരഞ്ഞാൽ അവൻ ശൈത്താനെ കണ്ടിട്ടാണ് എന്ന് വിചാരിക്കണം എന്ന് എഴുതിയിട്ടുണ്ടെന്ന. അതും ഈ ചോദ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ. നമ്മൾ സഹായത്തേട്ടം, മനുഷ്യരുടെ കഴിവിൽ പെടാത്ത കാര്യങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാവോ അല്ലേ എന്നതാണ് മർമ്മം. മനുഷ്യരുടെ കഴിവിൽ പെടാത്ത കാര്യങ്ങൾ അല്ലാഹു അല്ലാത്ത ശക്തികളോട് ചോദിച്ചാൽ, അഥവാ ഗൈബിയായിട്ടുള്ള കാര്യങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് ചോദിച്ചാൽ അത് തീർച്ചയായും അത് പ്രാർത്ഥനയാണ്. അത് അല്ലാഹു അല്ലാത്തവരോട് ചോദിച്ചത് കൊണ്ട് തന്നെ ഷിർക്കുമാണ്. അതിൽ യാതൊരു സംശയമില്ല. അത് ആവർത്തിച്ച് സുഹൃത്തുക്കളോട് പറഞ്ഞു നമ്മള്. പിന്നെ ഉസ്മാൻ സാഹിബ് പറഞ്ഞത്, ഇപ്പൊ നിങ്ങൾ നേരത്തെ സക്കരിയ സലാഹിയുടെ പ്രസംഗം പെടിട്ടത് കേട്ടില്ലെന്നാ തോന്നുന്നത്. അദ്ദേഹം ജാമ്യയിലെ വിദ്യാർത്ഥികളോട് പറഞ്ഞ എന്താ, ഇങ്ങനെ അലവി മൗലവി പറഞ്ഞത്, KM മൗലവി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞത് പാരമ്പര്യമായി ഇങ്ങനെ പറഞ്ഞു വരും. ആ ഏർപ്പാടൊക്കെ നമ്മൾ നിർത്തണം. നമ്മളുടെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ഒരുപാട് ലൈഫായിട്ടുള്ള ഹദീസുകൾ കടന്നുകൂടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ തിരുത്തണം. അതിന് ധീരമായ നിലപാടെടുക്കണമെന്ന് KK സക്കരിയ സലാഹി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അപ്പൊ ആരാ ഇത് പറയുന്നത്? ഇതൊക്കെ തള്ളണമെന്ന് പറയുന്നത് KK സക്കരിയ സലാഹിയും ടീമുമാണ്. ഇനി വൈബ്, ആപേക്ഷികമായിട്ടുള്ള വൈബുണ്ട്, അതുപോലെ തന്നെ ഇലാഫി ആയിട്ടുള്ള വൈബ്, ഹക്കീക്കി ആയിട്ടുള്ള വൈബ്. ഇപ്പൊ ഈസാ അലൈഹി സ്വലാമയുടെ മുഅ്ജിസത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂറത്ത് ആൽ ഇംറാനിൽ
അവിടെ മുഅ്ജിസത്തായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈസാ നബി അവരോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ കഴിച്ച ഭക്ഷണത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരും. നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഭക്ഷണത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഈസാ അലൈഹി സ്വലാമയുടെ ഒരു മുഅ്ജിസത്തായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഖുർആൻ അതെടുത്തു പറഞ്ഞത്. അപ്പൊ ഭക്ഷണം കഴിച്ച നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് അറിയാം. പക്ഷെ ഈസാ അലൈഹി സ്വലാമക്ക് അതെന്താണ്, വൈബാണ്. ഈസാ അലൈഹി സ്വലാമക്ക് അത് വൈബാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതെന്തല്ല, വൈബല്ല എന്നേ ഉള്ളൂ. നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചു വെച്ച ആ ഭക്ഷണത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. പക്ഷെ ഈസാ അലൈഹി സ്വലാമയുടെ മുഅ്ജിസത്തായിട്ടാണ് അത് പറഞ്ഞത്. അദ്ദേഹം അത് പറയുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, വൈബി തന്നെയാണ്. വൈബുൻ ഇലാഫി എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് അതെന്തല്ല, വൈബല്ല. എന്റെ പോക്കറ്റിലുള്ളതിനെ കുറിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈബായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പോക്കറ്റിലുള്ളത് എനിക്കെന്ത് ചെയ്യാം, അറിയാം. അപ്പം അത് വെച്ചിട്ട് സുഹൃത്ത് ചോദിച്ചത് ഇതേപോലെയല്ല ജിന്ന് എന്ന. നമ്മൾ ഈസാ അലൈഹി സ്വലാമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നാട്ടുകാർ സുഹൃത്തുക്കൾ കഴിച്ച ഭക്ഷണം വൈബിയായതുപോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം ജിന്നുവർഗം പൂർണ്ണമായിട്ട് വൈബിയാണ്, അഭൗതികമാണ്, ഭൗതികമല്ല. അഭൗതികം എന്ന് പറഞ്ഞാൽ വൈബി. നമ്മെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജിന്നുവർഗം, മലക്കുവർഗം പൂർണ്ണമായി വൈബിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വൈബിയായ സൃഷ്ടികളോടുള്ള സഹായത്തേട്ടം അത് നടത്തിയാൽ ഷിർക്കാണ്, 916 ഷിർക്കാണ് എന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് എന്ന ആയത്തിന്റെ പരിധിയിൽ ആരും ഉൾപ്പെടും എന്ന് പറഞ്ഞത്, മുഫസ്സിറുകൾ ആരും ഉൾപ്പെടും എന്ന് പറഞ്ഞത്, ജിന്ന് ഉൾപ്പെടുമെന്ന് പറഞ്ഞത്. എല്ലാ മനുഷ്യരും അതിൽ ഉൾപ്പെടുകയില്ല. എല്ലാ മനുഷ്യരും ഉൾപ്പെടുന്നല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. സുഹൃത്ത് അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇൻതദുഉഹും എന്ന് പറഞ്ഞാൽ അവിടെ ഉസൈർ അലൈഹിസ്സലാം പെടും, അതുപോലെ തന്നെ ഈസാ അലൈഹിസ്സലാം പെടും, അതേ രീതിയിൽ മലക്ക് പെടും, അമ്പിയാക്കൾ പെടും, ഔലിയാക്കൾ പെടും എന്ന് പറഞ്ഞാൽ ഈ അമ്പിയാക്കളോടും ഔലിയാക്കളോടും ഒക്കെ ഇവരെന്ത് ചെയ്തിരുന്നു, കാര്യകാരണ ബന്ധത്തിന് അതീതമായി സഹായത്തേട്ടം നടത്തിയിരുന്നു. അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യും, അത് ദുആ ആണ് എന്നാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. അതല്ലാതെ മനുഷ്യരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ സഹായം തേടുന്നത് എന്തല്ല, ആ ദുആഇന്റെ പരിധിയിൽ പെടുകയില്ല. മനുഷ്യരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ പരസ്പര സഹായം തേടുന്നത് വയ്യാക്ക നസ്തഈൻ എന്നതിന്റെ പരിധിയിലോ അല്ലെങ്കിൽ ഇൻതദുഉഹും എന്നുള്ളതിന്റെ പരിധിയിലോ എന്ത് ചെയ്യുകയില്ല, ഉൾപ്പെടുകയില്ല. അതുകൂടി തിരിച്ചറിയണം. അപ്പൊ ജിന്നുകളാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ടാണ് നമ്മൾ അതിൽ എന്ത് പെടും എന്ന് പറഞ്ഞിട്ടുള്ളത്, ജിന്നുകൾ പെടും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ഷിർക്കിന്റെ ഇനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് രക്ഷയുടെ കപ്പൽ എന്ന് പറയുന്ന നിങ്ങളുടെ തന്നെ പണ്ഡിതൻ എഴുതിയിട്ടുള്ള പുസ്തകമുണ്ട്. രക്ഷയുടെ കപ്പൽ സയ്യിദ് ജാഫർ സാദിഖ് എഴുതിയിട്ടുള്ളതാണ്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, നേർച്ച വഴിപാടുകൾ നേരുക, ഖബറാളികളോട് വിളിച്ചു പ്രാർത്ഥിക്കുക, ജിന്നുകളോടും പിശാചുക്കളോടും സഹായം തേടുക, മരിച്ചവരെ ഭയപ്പെടുക, പിശാച്ചിനോ ജിന്നിനോ നമുക്ക് രോഗം നൽകുവാനോ രോഗം ശിഫയാക്കുവാനോ കഴിയുമെന്ന് വിശ്വസിക്കുക, അതിനുവേണ്ടി ആവശ്യപ്പെടുക തുടങ്ങിയതെല്ലാം തന്നെ ഈ ഇനത്തിൽ പെടുന്നതാണ്. ഷിർക്കിന്റെ ഇനങ്ങൾ സയ്യിദ് ജാഫർ സാദിഖ് ഇവിടെ ചമ്മാട് പള്ളിയിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഖുതുബ പറഞ്ഞിരുന്ന ആളാ. ഇന്ന് ജിന്ന് വിഭാഗത്തിൽപ്പെട്ട ആണെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം എഴുതിയിട്ടുള്ള രക്ഷയുടെ കപ്പൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ കൃത്യമായി പറയുന്നു ജിന്നുകളോടുള്ള സഹായത്തേട്ടം. അവിടെ നമ്മളുടെ പോയിന്റ്. അപ്പൊ മനുഷ്യരോടുള്ള സഹായത്തേട്ടമല്ല, ജിന്നുകളോടുള്ള സഹായത്തേട്ടം ഷിർക്കാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ സുലൈമാൻ നബി, മക്കയിലെ ദാഇയായിരുന്ന നിങ്ങളുടെ തന്നെ പണ്ഡിതൻ സുലൈമാൻ നബി, അദ്ദേഹം അള്ളാഹുവിനെ ഏകനാക്കുക എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുന്നിടത്ത്, ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത്, പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നിടത്ത് നോക്കും നിങ്ങൾ. എന്നാൽ പ്രാർത്ഥന ആരാധനയാണെന്നറിയാതെ പലരും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു. മരണപ്പെട്ട മഹാന്മാരോട്, ഉദാഹരണം നബിയെ പാപം പൊറുക്കണമേ, ഐശ്വര്യം നൽകണമേ, ബദരീങ്ങളെ കാക്കണേ, മൊഹീദ്ദീൻ ഷെയ്ഖെ ഹിദായത്ത് തരണേ, ഷഫാത്ത് തരണേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ, നാഗൂർ ആണ്ടവരെ ഒരു സന്താനത്തെ നൽകണേ, അജ്മീർ ഷെയ്ഖെ എന്റെ കേസിൽ വിജയം തരണേ, പുത്തൻപള്ളി തങ്ങളെ ഗൾഫിൽ ജോലി തരണേ, ഭീമ ഉമ്മ ആപത്ത് നീക്കണേ. ഇതുപോലെ
ജിന്നുകളോടും മറ്റും പ്രാർത്ഥിക്കുന്നു. ഇവരെ സമതാണെന്ന് സ്വയം കഴിവുള്ളവരാണെന്ന് കരുതിയിട്ടില്ലെങ്കിൽ പോലും അവരോടുള്ള ഈ തേട്ടം പ്രാർത്ഥന ശിർക്കാണ്. അദൃശ്യഭാഗത്തു നിന്നുള്ള ഇത്തരം സഹായ തേട്ടങ്ങൾ പ്രാർത്ഥനയല്ലെന്നു പറഞ്ഞ് സമൂഹത്തെ ശിർക്കിലേക്കും അവിടുന്ന് നരകത്തിലേക്കും നയിക്കുന്ന ഭാഗങ്ങൾ സൂക്ഷിക്കുക. അപ്പൊ സുലൈമാൻ നബി അള്ളാഹുവിനെ ഏകനാക്കുക എന്ന് പറയുന്ന പുസ്തകത്തിൽ സൂചിപ്പിച്ച എന്താണ്? മരണപ്പെട്ടു പോയ മഹാന്മാരോട് വിളിച്ചു തേടുന്നത് പോലെ തന്നെയാണ് ജിന്നുകളോടും മലക്കുകളോടുമുള്ള സഹായ തേട്ടവും എന്നാ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത്, ഉദ്ദേശിച്ചിട്ടുള്ളത് അമാനി മൗലവി വിശദീകരിച്ചതുപോലെ മനുഷ്യരുടെ കഴിവിൽപ്പെട്ടതാണ്. അതിനു വേണ്ടിയാണ് അവിടെ താമരു അലൽ ബിരി വത്തക്കുവ എന്ന ആയത്തൂതിയത്. അതുപോലെ അഴയുനി ബി കുവ്വത്തിനെന്ന് ദുൽഖർനൈനി അദ്ദേഹത്തിന്റെ ആ നാട്ടുകാരോട് സഹായം തേടിയതിനെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുന്നു, മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങളിൽ, വൈബിയായിട്ടുള്ള കാര്യങ്ങളിൽ പടച്ചവനോട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സഹായം തേടാൻ പാടുള്ളൂ. ഹലോ ഹലോ ശ്രദ്ധിക്കുക, ഫസീഹിന് ഇനിയും അവസരങ്ങൾ നൽകുന്നതാണ്. അടുത്ത ചോദ്യകർത്താവിന്റെ ചോദ്യത്തിലേക്ക് കടക്കാം. പ്രവാചകർക്ക് സിഹ്റ് ബാധിച്ചു എന്ന് ബുഖാരിയെ ഉദ്ധരിച്ച ഹദീസിൽ കാണുന്നു. ഇത് ഖുർആനിനെതിരാണെന്ന് ഈ വിഭാഗം വാദിക്കുന്നു. എന്നാൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സമയത്ത് ബുഖാരിക്ക് ഇത് ഖുർആനിനെതിരാണെന്ന് മനസ്സിലായില്ലേ? ഫത്തുൽ ബാരിയിൽ അഥവാ ബുഖാരിയുടെ ഷറഹ് ഇബ്നു ഹജറുൽ അസ്കലാനി എഴുതിയിട്ടുള്ള ഫത്തുൽ ബാരിയിൽ 5101 നമ്പറായിട്ട് വന്നിട്ടുള്ള ഹദീസ്. ചോദ്യത്തിനുള്ള മറുപടി തന്നെയാണ് പറയുന്നത്. അഥവാ ബുഖാരി നബിക്ക് സിഹ്ർ ഫലിച്ചു എന്ന് പറയുന്ന ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ഇത് ഖുർആനിനെതിരാണ് എന്ന് ബുഖാരിക്ക് മനസ്സിലായില്ല എന്നതിനുള്ള മറുപടിയാണ് പറയുന്നത്. 5101 നമ്പർ ഹദീസിൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അബൂലഹബിന് അയാളുടെ മരണത്തിനു ശേഷം അബൂലഹബിനെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ സ്വപ്നത്തിൽ കണ്ടു. അങ്ങനെ അബൂലഹബിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് അബൂലഹബ് എപ്പോഴെ? അപ്പൊ അബൂലഹബ് പറഞ്ഞു, വളരെ മോശമാണ്, പക്ഷെ നരകത്തിൽ എനിക്ക് ഒരു ദിവസം പച്ചവെള്ളം കിട്ടുന്നുണ്ട്, നല്ല തണുത്ത വെള്ളം കിട്ടുന്നുണ്ട്. അത് സുവൈബ എന്ന് പറയുന്ന അടിമയെ ഞാൻ ജീവിത കാലഘട്ടത്തിൽ മോചിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് അത് കിട്ടുന്നത്. അഥവാ നബി ജനിച്ചു എന്നറിഞ്ഞപ്പോൾ സുവൈബത്ത് എന്ന് പറയുന്ന അടിമയെ എന്ത് ചെയ്തിട്ടുണ്ട്? അബൂലഹബ് മോചിപ്പിച്ചു എന്ന നബിയുടെ ജനനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചു. അതിന്റെ ഭാഗമായി എനിക്ക് നരകത്തിൽ വെള്ളം കിട്ടുന്നു. ഇത് ഹദീസാണ്, 5101 നമ്പർ ഹദീസ്. പക്ഷെ ഇബ്നു ഹജറുൽ അസ്കലാനി ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് അവസാനം സൂചിപ്പിച്ചത് ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഹുക്മ്, ഒരു വിധി, കാഫിറിന് അയാളുടെ നല്ല പ്രവർത്തനം പരലോകത്തിൽ ഉപകരിക്കും എന്നതാണ്. അതാണ് ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഹുക്മ്. അഥവാ അബൂലഹബ് സുഹൈബയെ മോചിപ്പിച്ചത് അയാൾക്ക് പരലോകത്തിൽ എന്ത് ചെയ്യുന്നു? നരകത്തിൽ വെള്ളം കിട്ടാൻ ഉപകരിച്ചല്ലോ. അപ്പൊ കാഫിറിന് അയാളുടെ അമലു സ്വാലിഹാത്തുകൾ പരലോകത്തിൽ ഉപകരിക്കും എന്നാണ് ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്ന തെളിവ്. എന്നിട്ട് ഇത് ഉദ്ധരിച്ചതിന് ശേഷം ഫത്തുൽ ബാരി അഥവാ ഇബ്നു ഹജറുൽ അസ്കലാനി തന്നെ രേഖപ്പെടുത്തുകയാണ്, വലാകിൻ എന്നാൽ ഇത് മുഖാലിഫുൻ എതിരാണ്, ലി ലാഹിരിൽ ഖുർആൻ ഖുർആനിന്റെ ലാഹിറിന് എതിരാണിത്. എന്നിട്ട് ആയത്ത് കൊടുക്കാണ്, വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. അവർ പ്രവർത്തിച്ചതിലേക്ക് അഥവാ സത്യനിഷേധികൾ പ്രവർത്തിച്ചതിലേക്ക് നാം കടന്നു വരികയും എന്നിട്ട് അതിനെ വിതറിയ ധൂളികളാക്കി മാറ്റുകയും ചെയ്യും. നോക്ക് നിങ്ങൾ, ബുഖാരിയിലെ 5101 നമ്പർ ഹദീസ് അത് ഖുർആനിനെതിരാണ് എന്ന് പറയുന്നത് ആരാണ്? ബുഖാരിക്ക് ഷറഹ് എഴുതിയിട്ടുള്ള ഇബ്നു ഹജറുൽ അസ്കലാനിയ, ഫത്തുൽ ബാരിയുടെ ഓദറാണ്. അപ്പൊ ഇനി തിരിച്ചു ചോദിക്കാല്ലേ, ഇത് ബുഖാരിക്ക് തിരിഞ്ഞില്ല, ഈ ഹദീസ് ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് ഖുർആനിനെതിരാണെന്ന്. അത് പിൽക്കാലത്ത് ഇബ്നു ഹജറുൽ അസ്കലാനി പറയേണ്ടി വന്നോ?
ഈ ഹദീസ് ഖുർആനിനെതിരാണ് എന്ന് സക്കരിയ സലാഹിയും അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ സലഫി പ്രസ്ഥാനം വിമർശനങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളത് കഴിഞ്ഞ ആദ്യത്തെ പരിപാടിയിലൊക്കെ വായിച്ചതാണ്. പക്ഷെ അതിനെപ്പറ്റിയൊന്നും കാമാൻ മുണ്ടിയിട്ടില്ല. അപ്പൊ സിഹിറിന്റെ ഹദീസ് ചോദ്യതാണ്, സിഹിറിന്റെ ഹദീസ് ഖുർആനിനെതിരാണ് എന്ന് ബുഖാരിക്ക് തിരിഞ്ഞില്ലേ അത് കൊടുക്കുമ്പോൾ? അപ്പൊ അതിനുള്ള മറുപടിയായിട്ടൊരു മറുചോദ്യമാണ് ചോദിക്കാനുള്ളത്. 5101 നമ്പർ ഹദീസ് ഖുർആനിനെതിരാണ് എന്ന് ബുഖാരിക്ക് തിരിഞ്ഞില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇമാം ബുഖാരി മനുഷ്യനാണ്. സ്വാഭാവികമായിട്ടും മാനുഷികമായിട്ടുള്ള പോരായ്മകൾ ആർക്കും സംഭവിക്കാം, ഇമാം ബുഖാരിക്കും സംഭവിക്കാം, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഹദീസു നിദാന ശാസ്ത്രം എന്ത് ചെയ്യേണ്ടി വന്നത്, നിലവിൽ വരേണ്ടി വന്നത്. ഇമാം ബുഖാരി ഒരു മനുഷ്യനാണ്. മനുഷ്യർക്ക് സംഭവിക്കാവുന്ന പോരായ്മകൾ ഇമാം ബുഖാരിക്കും എന്ത് ചെയ്യാവുന്നതാണ്, സംഭവിക്കാവുന്നതാണ്. അതിലെന്തില്ല, യാതൊരു സംശയമില്ല. ആ ഒരു പോരായ്മ സിഹിറിന്റെ ഹദീസിന് സംഭവിച്ചിട്ടുണ്ട്. ഏതിന് സംഭവിച്ചതുപോലെ? അബൂലഹബിന്റെ ആ കാര്യം പറഞ്ഞപ്പോൾ സംഭവിച്ചതുപോലുള്ള പോരായ്മ തന്നെ. അപ്പൊ അതുകൊണ്ടാണ് ഹദീസു നിദാന ശാസ്ത്രം നിലവിൽ വന്നിട്ടുള്ളത്. ഹദീസു നിദാന ശാസ്ത്രത്തിൽ വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ഹദീസ് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന്റെ സനദ് പരമ്പര മാത്രം പരിശോധിച്ചാൽ പോരാ, അതിന്റെ മത്തിനു കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട് എന്ന്. അത് പറഞ്ഞത് നബിചര്യ ഇസ്ലാമിക ശരീഅത്തിൽ അതിന്റെ സ്ഥാനം എന്ന് പറയുന്ന അമാനി മൗലവി എഴുതിയ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കാണിക്കുന്ന പുസ്തകം KK സക്കരിയ സലാഹി പിന്നെ എഡിറ്റോറിയൽ ബോർഡിലുണ്ട്, അബൂബക്കർ സലഫി എഡിറ്റോറിയൽ ബോർഡിലുണ്ട്, ജിന്നി വിഭാഗത്തിലെ തലമുതിർന്ന നേതാക്കന്മാരൊക്കെ ഇതിന്റെ എഡിറ്റോറിയൽ ബോർഡിലുണ്ട്. ഇത് മുസ്ലിമിന്റെ പരിഭാഷയാണ്. അതിൽ വളരെ കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് വ്യാജ ഹദീസുകൾ വേർതിരിക്കാനുള്ള മാനദണ്ഡങ്ങൾ. അത് സനദിലുള്ള മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ട് വിശദീകരിക്കുകയാണ്. ഇനി ഹദീസിന്റെ വചനങ്ങൾ മത്തിന് കണ്ടാൽ തന്നെ അത് വ്യാജമാണോ മൗനൂ ആണോ അല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള ലക്ഷണങ്ങളും ഹദീസ് പണ്ഡിതന്മാർ കണ്ടെത്തിയവയിൽ പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങൾ കാണുക. ആ ലക്ഷണങ്ങളിൽ മൂന്നാമതായി പറഞ്ഞിട്ടുള്ളത് ഖുർആനിലെ വ്യക്തമായ നിയമങ്ങൾക്ക് വിരുദ്ധമാവുക എന്നതാണ്. അപ്പൊ ഖുർആനിലെ വ്യക്തമായ നിയമത്തിന് വിരുദ്ധമായതുകൊണ്ടാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ട് പോലും ആ ഹദീസ് നമ്മൾ സ്വീകരിക്കാത്തത്. ഇനി ബുഖാരിയിലുള്ളത് പിന്നെ മുഴുവൻ സത്യസന്ധമാണെന്ന് ഞങ്ങൾക്കെന്നെ അഭിപ്രായമില്ല എന്ന് നമ്മളല്ല പറഞ്ഞത്, സക്കരിയ സലാഹിയാണ് പറഞ്ഞിട്ടുള്ളത്. വേണമെങ്കിൽ അതൊന്ന് കേട്ടുനോക്കി. സഹീഹ് ബുഖാരി വിമർശനങ്ങൾക്ക് അതീതമാണെന്നോ ഇമാം ബുഖാരി മഅ്സൂമാണെന്നോ ആ രണ്ട് ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. ബുഖാരി മഅ്സൂമായ ആളൊന്നല്ല, അദ്ദേഹം ധരിച്ച സഹീഹ് ബുഖാരിയുടെ രണ്ട് ചട്ടക്കുള്ളിലുള്ള മുഴുവൻ സത്യസമ്പൂർണ്ണമാണെന്നോ ആരും ഇവിടെ വാദിക്കുന്നില്ല. കേട്ടല്ലോ, അത്ര തന്നെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളൂ. ഇമാം ബുഖാരി അദ്ദേഹത്തിന് നൽകേണ്ട മുഴുവൻ ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ സൂചിപ്പിക്കുന്നു, അദ്ദേഹം മാനുഷികമായിട്ടുള്ള പോരായ്മകൾ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹദീസു നിദാന ശാസ്ത്രം ഇമാം ബുഖാരിക്കും ബാധകമാണ്. അൽബാനി വരെ ഇമാം ബുഖാരിയിലുള്ള ഹദീസുകൾ സനദിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ലഈഫാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസുകളുണ്ട്. നാസിറുദ്ദീൻ അൽബാനി ആധുനിക മുഹദ്ദിസായിട്ടുള്ള. അതാണ് അതിന്റെ വസ്തുത. ഒരു കാലത്ത് ഈ സിഹിറിനെ എതിർത്ത ആളുകൾ തന്നെ ഇപ്പോൾ സിഹിറിനെ അനുകൂലിച്ച് രംഗത്ത് വരാനുണ്ടായ മറ്റു കാരണം എന്തായിരിക്കും? അത് അവരോട് ചോദിക്കേണ്ടതല്ലേ, നമ്മളോട് ചോദിച്ചിട്ട് അറിയില്ലല്ലോ. നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. മുസ്ലിം സമൂഹത്തെ തകർക്കാൻ വളരെ കൃത്യമായി പണിയെടുക്കുന്ന ഒരു ടീം ഇവരുടെ പിന്നിലുണ്ട്. കാരണം മുസ്ലിം സമൂഹത്തെ, ഇന്ത്യൻ മുസ്ലിങ്ങളെ തകർക്കണമെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങളെ തകർത്താൽ മതി. കേരള മുസ്ലിങ്ങളെ തകർക്കാൻ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തെ തകർത്താൽ മതി. അതിനവർ മുജാഹിദ് പ്രസ്ഥാനത്തെ പുലർത്തി പല ഇല്ലാത്ത ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു. ഒരു വേള അതിൽ അവർ വിജയിച്ചു. എന്നിട്ട്
ആ പഴുതിലൂടെ മുജാഹിദ് പ്രസ്ഥാനം എന്തൊക്കെ അന്ധവിശ്വാസങ്ങളെ എതിർത്ത് തോൽപ്പിച്ചിട്ടുണ്ടോ ആ അന്ധവിശ്വാസങ്ങളെ മുഴുവൻ ഇവിടെ ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അഥവാ കേരളത്തിലെ മുജാഹിദുകളെ തകർത്താൽ ഇന്ത്യൻ മുസ്ലിങ്ങളെ തകർക്കാമെന്ന് കണക്ക് കൂട്ടിയിട്ടുള്ള ആളുകൾ അവരിൽ നിന്ന് എന്തോ വാങ്ങി മുസ്ലിം സമൂഹത്തെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചനയ്ക്ക് ഇവർ ഇരയായിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ അമാനി മൗലവി നബിക്ക് സിഹ്ർ ബാധിച്ചു എന്ന് പറയുന്ന ബുഖാരിന്റെ ഹദീസ് കാണാത്ത ആളല്ലല്ലോ. അമാനി മൗലവി പഠിച്ചിട്ടില്ല എന്ന് ഇവർക്ക് വാദമുണ്ടോ? അമാനി മൗലവി എത്ര ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, പക്ഷെ ആ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ബുഖാരിയിലെ ഈ ഹദീസ് എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ടോ? സിഹ്റിനെ കുറിച്ച് അമാനി മൗലവി തന്റെ പരിഭാഷയിൽ എത്ര വിശദമായി ചർച്ച നടത്തിയിട്ടുണ്ട്? എങ്കിൽ പ്രവാചകന് സിഹ്ർ ബാധിച്ചിട്ടുണ്ട് എന്ന് ബുഖാരിയിൽ ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എന്ന് അമാനി മൗലവി എഴുതിയില്ലല്ലോ. എന്റെ ബുഖാരിയിലെ ഹദീസ് കാണാതിരുന്നിട്ടാണ്. മാത്രവുമല്ല 986 നവംബർ മാസത്തിലാണ് അൽമനാറില് മൂസ വാണിമേൽ കൃത്യമായി സിഹ്റിന്റെ ആ വശങ്ങളൊക്കെ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ട് എഴുതുന്നത്. ഇതിന് യാതൊരു അടിസ്ഥാനപരമായിട്ട് എന്തില്ല, യാതൊരു ഫലവുമില്ല. സിഹ്ർ എന്ന് പറയുന്ന ഈ ഹെഡിങ്ങിൽ അത് നിങ്ങൾ 982 നവംബർ മാസം. എന്നിട്ട് സിഹ്റിന്റെ വ്യത്യസ്ത ഘടകങ്ങൾ അദ്ദേഹം എഴുതി. സിഹ്റിന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവിടെ ഹാറൂത്തും മാറൂത്തിനൊക്കെ കുറിച്ച് വിശദീകരിച്ചു. അവസാനം എന്താ പറഞ്ഞത്? ചുരുക്കത്തിൽ യഥാർത്ഥമോ സ്വതന്ത്രമായ പ്രതിഫലനമോ ഇല്ലാത്ത ഒരു മിഥ്യയാണ് സിഹ്ർ. വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചു. എന്നിട്ട് മാത്രമല്ല, പലപ്പോഴും ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് അവിടെ മറുപടിയും കൊടുത്തു. ഇസ്ലാം വിരോധിച്ചത് കൊണ്ട് മാത്രം അതിന് യാഥാർത്ഥ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് ഇസ്ലാം കഠിനമായി വിരോധിച്ചിരിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു പങ്കുകാരും യഥാർത്ഥത്തിൽ അള്ളാഹുവിനില്ല താനും. സബുൽ മുബിക്കാത്തിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് സിഹിറിന് എന്തുണ്ടാവണ്ട, യാഥാർത്ഥ്യം ഉണ്ടാവേണ്ട കാരണമില്ല എന്ന്. അപ്പൊ ഇത് പ്രസിദ്ധീകരിച്ചിട്ട് കഴിഞ്ഞ 10-11 വർഷം ഈ അൽമനാർ അവരുടെ കയ്യിലാണ്. എന്നാൽ ഈ എഴുതിയത് കളവാണ്, അത് തെറ്റുപറ്റിയതാണ് അദ്ദേഹത്തിന് എന്ന് തിരുത്തി എഴുതിയിട്ടില്ലല്ലോ. തിരുത്തി എഴുതിയിട്ടില്ല. എന്താ എഴുതാതിരിക്കാൻ കാരണം? മുജാഹിദ് പണ്ഡിതന്മാർ ആ ഹദീസിനെ കാണാഞ്ഞിട്ടല്ല, നേരെ മറിച്ച് അത് കൃത്യമായി വിശുദ്ധ ഖുർആനിനെതിരാണ് എന്ന് അവർക്കറിയാം. അതുകൊണ്ട് സമൂഹത്തിൽ അവർ അത് എടുത്തിട്ടില്ല, അവർ പഠിപ്പിച്ചതുമില്ല. എന്നാൽ നേരെ മറിച്ച് ഇത്തരത്തിലുള്ള ആളുകൾ മുസ്ലിം സമൂഹത്തെ തകർക്കാനുള്ള ഗൂഢപദ്ധതിക്ക് വിധേയമായി അവർ ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പം ഇത് സംഘടനാ തലത്തിൽ തന്നെ ചർച്ച ചെയ്തു. അപ്പോഴാണ് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നത്, ഇതിനെ ഈ രീതിയിൽ എതിർക്കേണ്ടി വന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സിഹിർ അടക്കമുള്ള പ്രവാചകന് സിഹിർ ബാധിച്ചിട്ടുണ്ട് എന്ന് വാദിക്കുന്നവൻ പിഴച്ചുപോയവരാണ്. മാത്രവുമല്ല, ജിബുത്തിൽ വിശ്വസിക്കുന്നവൻ അള്ളാഹ് അവനെ ശപിച്ചിട്ടുണ്ട്. സൂറത്തു നിസായിലെ 51-52 ആയത്തില് അമാനി മൗലവി നൽകിയിട്ടുള്ള വിശദീകരണം നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഇത്രമാത്രം അതീവ ഗുരുതരമായിട്ടുള്ള ഈ അന്ധവിശ്വാസം സമൂഹത്തിൽ എടുത്തിട്ടത് സമൂഹത്തെ തകർക്കുക, അവരുടെ ഐഡന്റിറ്റി, അവരുടെ ആദർശം, അവരുടെ വിശ്വാസത്തെ തകർത്ത് അവരെ ഷിർക്കിലേക്കും കുഫ്രിലേക്കും കൊണ്ടുപോയിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് അവർക്കുള്ളത്. അസ്സലാമു അലൈക്കും. പേര് സജ്ജാദ്, സ്ഥലം തിരുവനങ്ങാടി. 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമതായി സിഹിർ ബാധിച്ചതുമായി ഇവിടെ ബന്ധപ്പെട്ട് ഒരു ചർച്ച വന്നു. അതിനെ സംബന്ധിച്ച് വിശദീകരണങ്ങൾ വന്നു. ഷബാബ് 2005 ഇറങ്ങിയ ഷബാബ്, ജനുവരി 21 ഇറങ്ങിയ ഷബാബിൽ 6ാമത്തെ പേജിൽ വന്ന ഒരു ഉദ്ധരണി ഞാൻ വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിശ്വസ്തരായ റിപ്പോർട്ടർമാരുടെ പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ തെറ്റ് സംഭവിക്കാൻ വളരെ വിദൂരമായ സാധ്യത മാത്രമേ ഉള്ളൂ. സിഹിർ സംബന്ധിച്ച ഹദീസിന്റെ നിവേദക പരമ്പരയിൽ ആക്ഷേപിക്കപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ഉള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. ഒരു ഹദീസ് വിശ്വസ്തർ മുഖേനയാണ് ഉദ്ധരിക്കപ്പെട്ടതെങ്കിൽ അതിന്റെ ഉള്ളടക്കം നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടാത്തതിന്റെ പേരിൽ അതിനെ തള്ളിപ്പറയുന്നത് നമുക്ക് ദോഷകരമാവാൻ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാഥാർത്ഥ്യത്തിൽ പറഞ്ഞതോ ചെയ്തതോ അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ചതോ ആയ ഒരു കാര്യത്തെ നാം തള്ളി പറയാൻ ഇടയാകുന്നത് ഗൗരവമുള്ള വിഷയമാണല്ലോ എന്ന്. ഇവിടെ ഉദ്ധരിച്ചത് സിഹിർ ബാധിച്ചതുമായി ബന്ധപ്പെട്ട ഹദീസിന്റെ പരമ്പരയിൽ പരിപൂർണമായും സനദ് സഹീഹാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്.
അതുകൊണ്ട് തന്നെ ആ ഹദീസിനെ നമ്മൾ തള്ളി പറയുന്നത് ശരിയല്ലല്ലോ. ഒന്നാമത് ചോദിക്കാനുള്ള ചോദ്യം, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള ചോദ്യം, ഇവിടെ ആ സഹായം തേടുന്നതുമായി ബന്ധപ്പെട്ട് ശിർക്കും മുത്തലക്കാണെന്ന് പറഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഗ്രന്ഥം ചെറിയ മുണ്ടത്തിന്റെ പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന ചെറിയ മുണ്ടത്തിന്റെ ഗ്രന്ഥമാണ്. കൃത്യമായൊരു മറുപടി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞത് അതിന്റെ 103-ാമത്തെ പേജിൽ ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നു. അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ജിന്നുകളോട് പ്രാർത്ഥിച്ചു എന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. ഇനി ആ വായിക്കാൻ പോകുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ഈ ഒരു ഉദ്ധരണിക്ക് ചെറിയമുണ്ടം എഴുതിയ ഈ ഒരു കാര്യത്തിനും അതേപോലെ ഞാൻ ഉദ്ധരിച്ച ഇതുമായി ബന്ധപ്പെട്ട ഹദീസിനും കൃത്യമായൊരു മറുപടി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഷബാബിൽ വന്ന ഒരു ചോദ്യോത്തരാണ് പരാമർശിച്ചത്. അതില് നബിക്ക് സിഹർ ബാധിച്ചതുമായി ബന്ധപ്പെട്ട ഹദീസിനെ കുറിച്ചിട്ട് ബഹുമാനായ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി പരാമർശിച്ച ഭാഗം വായിച്ചു. പക്ഷെ ഈ ഭാഗം നമ്മൾ എപ്പോഴും പല സ്ഥലങ്ങളിലും വിശദീകരിച്ചൊരു സംഗതിയാണ്. സുഹൃത്ത് വായിച്ച ആ ലക്കത്തിന്റെ തൊട്ടടുത്ത ലക്കം ഷബാബില് ഇതുമായി ബന്ധപ്പെട്ട് വന്ന വിശദീകരണം ഒരു സുഹൃത്ത് അയച്ചു കൊടുത്തത്. അതിലെ അയച്ചു കൊടുത്ത് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഷബാബിന്റെ ചീഫ് എഡിറ്ററാണ് ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദനി. ഷബാബിൽ ഏതൊരു കുറിപ്പ് പ്രസിദ്ധീകരിക്കണമെങ്കിലും ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദനിയുടെ അനുമതി ഉണ്ടാവണം. അദ്ദേഹം പ്രത്യേകിച്ച് ഒരു മറുകുറിപ്പ് ഇതിന് മറ്റൊരു വിശദീകരണം എന്ന രീതിയിൽ എഴുതാതെ ഇത് ഈ ഒരു പ്രതികരണം ഷബാബിൽ പ്രസിദ്ധീകരിക്കുകയും അതോടെ ആ വിഷയം ഇതങ്ങനെയല്ല, ഈ പ്രതികരിച്ച സുഹൃത്ത് പറഞ്ഞത് ശരിയല്ല, ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞ് പിന്നീട് ഒരു കുറിപ്പതിൽ കൊടുക്കാതെ തൊട്ടടുത്ത ലക്കത്തിൽ തന്നെ ആ വിഷയം വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് തിരുത്ത് എന്ന ഹെഡിങ്ങിൽ കൊടുക്കണമെന്നില്ല. കാരണം ഇത് എഴുതിയ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി എന്റെ മുഖ്യ പത്രാധിപരായതുകൊണ്ട് ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി തന്നെയാണ് ആ കുറിപ്പതിൽ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോ അവിടുന്ന് പിന്നീട് അങ്ങോട്ടുള്ള ശബാബുകളിൽ മറിച്ചു നോക്കിയാൽ കൃത്യമായും ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി തന്നെ പേര് വെച്ച് എഴുതിയ ലേഖനങ്ങളിൽ തന്നെ സിഹിറിന് യാതൊരു ഫലവുമില്ല എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 2011 ഡിസംബർ 2 ഷബാബിൽ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി എഴുതി വരുന്ന ഖുർആനിനെ കണ്ടെത്തൽ എന്ന ഖുർആൻ പരിഭാഷ പങ്ക്തി, ആ വ്യാഖ്യാന പങ്ക്തിയിൽ സൂറത്ത് ബഖറ 102-ാമത്തെ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് കൃത്യമായും ഇതുപോലെ സിഹിറിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിച്ചുകൊണ്ട് സിഹിർ മിഥ്യയാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിലെ പ്രസക്തമായ ആ ഭാഗം ഞാൻ വായിച്ചുതരാം. ജിന്നുകളും പിശാചുക്കളും മാരണക്കാരും അള്ളാഹുവിന്റെ അനുവാദത്തോടെ രോഗവും മരണവും ഉണ്ടാക്കാൻ സാധ്യതയില്ലേ എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് പരേതാത്മാക്കൾ അള്ളാഹു നൽകുന്ന കഴിവുകൊണ്ട് രോഗം മാറ്റാനും മരിച്ചവരെ ജീവിപ്പിക്കാനും സാധ്യതയില്ലേ എന്ന ചോദ്യം പോലെ തന്നെ പൈശാചികമായ ഒരു കുതന്ത്രം മാത്രമാണ്. സിഹിർ ഫലിക്കൂലേ എന്ന ചോദ്യം മരിച്ചവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഒരു കേൾക്കൂലേ എന്ന ചോദ്യം പോലെ തന്നെയാണ് എന്ന് ആ ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദനി നേരത്തെ എഴുതിയൊരു വരി എടുത്തു പറയുമ്പോൾ തുടർന്ന് അദ്ദേഹം ആ വിഷയത്തിൽ ഒരു വന്നിട്ടുള്ള വിശദീകരണം പ്രസിദ്ധീകരിക്കുകയും തുടർന്ന് അത്തരത്തിലുള്ള ഈ വിഷയം പരാമർശിക്കുന്നിടത്ത് സിഹിറിന് യാതൊരു ഫലവുമില്ല എന്ന രീതിയിൽ തന്നെ എഴുതുകയും ചെയ്ത സ്ഥിതിക്ക് നമ്മൾ ആ വരി വീണ്ടും വീണ്ടും ഉദ്ധരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല എന്നുള്ളതാണ്. പിന്നെ പ്രാർത്ഥനാ തൗഹീദ് എന്ന വിഷയത്തിലെ എന്ന പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ച വരി, അതിലെ കൃത്യമായും ഈ വിഷയം ഇപ്പൊ നമ്മളിവിടെ വിവാദമായത് ഇസ്ലാഹ് മാസികയിലെ 2007 ഏപ്രിൽ മാസത്തിലെ
ജബ്ബാർ മൗലവി എഴുതിയ ആ വരി വിവാദമായതിനെ തുടർന്നാണ് ഇതങ്ങോട്ട് വിവാദമായി വന്നത്. ഈ ഹദീസ്, ഈ ഒരു ചോദ്യം, ഈ ഹദീസ് സ്വഹീഹാണോ, ഈ ഹദീസിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, അല്ലാതെ ജിന്നിനോട് സഹായം തേടുന്നത് ശരിയാണോ അല്ലേ എന്ന ചോദ്യമല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ആദ്യത്തിൽ തന്നെ ഇത് ഖുർആനിനെതിരാണ് എന്ന് ബഹുമാനായ ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണ് എന്ന് വരുമ്പോ സ്വാഭാവികമായും ഇപ്പൊ സക്കരിയാക്കൾ ചോദിക്കുന്ന പോലുള്ളൊരു ചോദ്യം നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഫത്വ കൊടുക്കുന്ന ആളുകൾ നേരത്തെ മുൻകൂട്ടി കാണുന്നത് പോലെ ഈ ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി ആ ഭാഗം കൂടി ഒന്ന് കണ്ടു. അതായത് സാധാരണ ചോദിക്കാറുള്ളതാണ്, അപ്പൊ സുലൈമാൻ നബി ശിർക്ക് ചെയ്തോ, സുലൈമാൻ നബി ജിന്നുകളോട് സഹായം ചെയ്യിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ ആ ഒരു ഭാഗം കൂടെ ജിന്നിന്റെ സഹായം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ ഭാഗം കൂടെ ഇപ്പൊ വായിച്ചല്ലോ, ആ വായിച്ച ഭാഗം തന്നെയാണ്. അതിന്റെ മുമ്പ് ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്, അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. വളരെ വ്യക്തമായി അതിലെ വരികൾ കൃത്യമായി ഞാൻ വായിക്കുന്നത് കേൾക്കുക. ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്, അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. കഴിവുകളെ കുറിച്ചിട്ടുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കാനുള്ള രണ്ട് സോഴ്സാണ് ഖുർആനും പ്രാമാണികമായ ഹദീസും. അതിൽ നിന്ന് അത് കിട്ടിയിട്ടില്ല, ഇല്ല എന്ന് തന്നെ ചെറിയ അബ്ദുൽ ഹമീദ് പറഞ്ഞു. പിന്നെ പറയുന്നത് സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നു, അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ജിന്നുകളോട് പ്രാർത്ഥിച്ചു എന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അപ്പൊ സുലൈമാൻ നബി ഇത്തരത്തിലുള്ള ജോലി ചെയ്യിപ്പിച്ചത് അപ്പൊ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ വിജനമായ, അതുപോലെ എന്ന വരി സാധാരണ മുറിച്ചു മാറ്റിയിട്ടാണ് ഇപ്പൊ സുഹൃത്ത് വായിച്ചപ്പോൾ അത് ഏതായാലും അതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ വരാറുള്ള ഉദ്ധരണികളൊന്നും അതുപോലെ എന്ന് വരാറില്ല. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായാക്കാൻ ഇടയുള്ള, ഇവിടെ വിജന പ്രദേശത്താണുള്ള ഹദീസിൽ പറയുന്നത്, അപ്പൊ ആ വിഷയത്തിലേക്ക് കൊണ്ടുവരാണ്. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായാക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാൻ കഴിയില്ല. കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ അപ്പൊ സുലൈമാൻ നബിയുടെ സംഭവം പറഞ്ഞിട്ട് അതുപോലെ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് സുലൈമാൻ നബിയുടേത് ശിർക്കല്ല, അത് ശിർക്കിന്റെ വകുപ്പിൽ പരിധിയിൽ വരുന്നില്ല. അപ്പൊ വിജനപ്രദേശത്തുള്ള വിഷയമാണ് അവിടെ പറഞ്ഞത് എന്നുള്ളതുകൊണ്ട് തന്നെ വിജനപ്രദേശത്തുള്ള ജിന്നുകൾക്ക് അത്തരത്തിലുള്ള കഴിവുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ അത് ശിർക്കാവൂല എന്ന വിഷയമാണ് അവിടെ പറയുന്നത്. അതായത് നമ്മൾക്ക് നേരത്തെ പറഞ്ഞ ജിന്നുകളുടെ കഴിവും അസ്തിത്വവും നമുക്ക് അറിയാനുള്ള യാതൊരു മാർഗവുമില്ല, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അത് വ്യക്തമായി കണ്ടെത്താൻ കഴിയില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും സുലൈമാൻ നബിയുടെ വിഷയത്തിൽ അത് ജിന്നുകൾക്ക് സുലൈമാൻ നബിയുടെ ആജ്ഞകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ളൊരു കഴിവ്, ഒരു അനുമതി നൽകിയതുപോലെ അത്തരത്തിലുള്ള അനുമതിയും കഴിവും നൽകുന്ന വേളയിൽ അത് ശിർക്കിന്റെ പരിധിയിൽ വരില്ല എന്ന് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ജബ്ബാർ മൗലവി, സക്കരിയ വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരൊക്കെ, സക്കരിയ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളത്, വാദിക്കുന്നതും വിജനപ്രദേശത്ത് ഒറ്റപ്പെട്ട ഒരാൾ ജിന്ന്, മലക്ക് എന്നിവർ എന്നെ സഹായിക്കുമെന്ന് നിലച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണമെന്ന് വിളിച്ചാൽ ശിർക്കല്ലാന്നാ. അതിവിടെ വരുന്നില്ല, ആ വിഷയം വരുന്നില്ല. മാത്രമല്ല ഈ വിഷയം 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹി മാസികയിൽ കൃത്യമായി പറഞ്ഞത്, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല, തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കൈവിൽപ്പെടാത്തത് തേടുകയോ അല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, മനുഷ്യൻ, മലക്ക്, ജിന്ന്, അവിടെ മലക്കും ജിന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല എന്നാണ് ജബ്ബാർ മൗലവി ഇസ്ലാഹി മാസികയിൽ എഴുതുകയും സക്കരിയ വിഭാഗം ഏറ്റുപിടിക്കുകയും ചെയ്ത ആദർശ വ്യതിയാനം. എന്നാൽ ഈ വിഷയത്തിൽ ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി പറഞ്ഞ ഈ വരിയെ കുറിച്ചിട്ട് ഇവിടെ പല ആശയക്കുഴപ്പങ്ങളും ഉണ്ടാക്കിയ സമയത്ത് 2009 ഡിസംബർ 11 ഷബാബിൽ ഈ വിഷയം വളരെ കൃത്യമായി വിശദീകരിച്ചു.
വളരെ കൃത്യമായി ചെറിയമുണ്ട് അബ്ദുൽ മദീൻ വിശദീകരിച്ചു. പിന്നെയും ആ വിശദീകരണത്തെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇവിടെ ചില ആളുകളൊക്കെ രംഗത്ത് വന്നപ്പോ 2012 ഒക്ടോബർ 5 ശബാബിൽ വളരെ കൃത്യമായി തന്നെ ഇത്തരത്തിൽ ജിന്നുകളോട് സഹായം തേടുന്നത് ഷിർക്ക് തന്നെയാണ്, ഒരാള് സുലൈമിനെ കൊണ്ട് ഷിർക്ക് തന്നെയാണ് എന്ന് ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി അതിന്റെ ചോദ്യോത്തരത്തിൽ എഴുതുകയും അതിന്റെ മുമ്പ് എഡിറ്റോറിയൽ തന്നെ ഷബാബ് അത് ഷിർക്ക് തന്നെയാണ് എന്ന വിഷയത്തിൽ വളരെ യാതൊരു സംശയത്തിനും ഇട നൽകാത്ത വിധം ഷബാബിൽ അത് വന്നിട്ടുണ്ട്. ഇത് ഈ ഷിർക്കല്ല എന്ന രീതിയിൽ ഇപ്പൊ പ്രചരിപ്പിക്കുന്ന പോലെ ജബ്ബാർ മൊലിയെ പോലുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്നത് പോലത്തെ ഒരു ആശയമല്ല അതിലുള്ളത് എന്ന് ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞ സ്ഥിതിക്കും നേരത്തെ പറഞ്ഞതുപോലെ ഇതിങ്ങനെ വീണ്ടും ഉദ്ധരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നിങ്ങൾ ഇസ്ലാം വായിച്ച് അടങ്ങാറാവണമെന്നില്ല. കാരണം ഇസ്ലാമിൽ പറഞ്ഞ അതേ ആശയം തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. വേണമെങ്കിൽ ഒന്നുകൂടി വായിച്ചുതരാം. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടല്ല. ഇസ്ലാമില് തപ്പി തടഞ്ഞു നീങ്ങുന്ന ഒരാൾ ശബ്ദം കേട്ട് അവിടെ ജിന്നോ മലക്കോ അല്ലാന്നുണ്ടെങ്കിൽ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ളതെന്ന് പറഞ്ഞിട്ട് ജിന്ന് മലക്ക് മനുഷ്യന്ന് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു. ചെറിയമുണ്ട് ഇവിടെ എഴുതുന്നതും അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ, എന്നുവെച്ചാൽ കാതിറായ വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണ് എന്ന് പറയാവുന്നതല്ലാതെ ചെറിയമുണ്ട എഴുതി. അല്ലാതെ ഇസ്ലാം വേറെയാണ് ഇത് വേറെയാണെന്നൊന്ന് പറഞ്ഞുകൊണ്ട് ചെറിയമുണ്ട എഴുതുന്നതും നിങ്ങൾ വ്യാഖ്യാനിക്കാനും അങ്ങനെ ഇറങ്ങാറാവേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്നാം എനിക്ക് പറയാനുള്ളത്. കാരണം ചെറിയമുണ്ട എഴുതിയതും അതേപോലെ സ്വലായി എഴുതിയതും ഒക്കെ ഒന്നെന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ പറയാനുള്ളത് 2011-2012 ഇറങ്ങിയ ഷബാബില് ഇതിന് മറുപടി എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ മറുപടി ഒന്നെങ്കിൽ നിങ്ങൾ ഇവിടെ വായിച്ചു കേൾപ്പിക്കണം കൃത്യമായി, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വായിച്ചു നോക്കാൻ വേണ്ടി ഒന്ന് തരണം എന്നുള്ളതാണ് ആവശ്യപ്പെടാറുള്ളത്. അതേപോലെ അവസാനമായിട്ട് പറയാനുള്ളത് പറപ്പൂരിന്റെ ഒരു ക്ലിപ്പ്, പാലം പണിയാന്ന് പറഞ്ഞിട്ട് പറപ്പൂരിന്റെ ഒരു ക്ലിപ്പ് ഇവിടെ എത്തിയിരുന്നു. ശബ്ദം കേട്ടിട്ട് പറപ്പൂരിനാണെന്ന് തോന്നിയിട്ടില്ല. ഇനി അത് ആധികാരികമായി ഉറപ്പിക്കാന് ഏത് സീഡിയാണ്, ഏത് പ്രസംഗാണ്, എവിടെ വെച്ച് നടന്ന പ്രസംഗാണ് എന്നൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ ആ പറപ്പൂരിന്റെ? ചെറിയമുണ്ടവും സക്കരിയയും അബ്ദുൽ ജബ്ബാർ മൗലവിയും ഫൈസൽ മുസ്ലിയാരൊക്കെ പറഞ്ഞത് ഒന്നാണ് എന്ന രീതിയിലാണ് സുഹൃത്ത് തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഞാൻ ആദ്യം ജബ്ബാർ മൗലവി എഴുതിയത് വായിച്ചു തരാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്നു നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്കു വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല. ഇതാണ് അബ്ദുൽ ജബ്ബാർ മൗലവിയും ഫൈസൽ മുസ്ലിയാറും സക്കരിയയുടെ ഒക്കെ വാദം ഇതാണ്. അഥവാ ജിന്നോ മലക്കോ മനുഷ്യനെ ഒഴിവാക്കിയേക്ക്, ജിന്നോ മലക്കോ എന്റെ ശബ്ദം കേൾക്കുമെന്ന് കരുതി നിലച്ച് വിജനപ്രദേശത്ത് അള്ളാഹുവിന്റെ അടിമകളെ എന്നെ കാക്കണേ എന്ന് വിളിച്ചു പറഞ്ഞാൽ, അഥവാ ജിന്നോ മലക്കോ എന്നെ കാക്കുമെന്ന് കരുതി, അല്ലെ അതല്ല ഇതിന്റെ അർത്ഥം. ജിന്നോ മലക്കോ, ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നോ മലക്കോ ഉണ്ടെന്ന് നിലച്ച് അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിക്കാന്ന് പറഞ്ഞാൽ എന്താ? ജിന്നോ മലക്കോ എന്നെ കാക്കുന്നാണ്, സഹായിക്കും അല്ലെ, ജിന്നോ മലക്കോ എന്നെ സഹായിക്കും എന്ന് ഒരാള് വിചാരിച്ചു വിളിച്ചു തേടിയാൽ അതിൽ ശിർക്കില്ല, അഭൗതികമായ തേട്ടമില്ല എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ജബ്ബാർ മൗലവിയും അതുപോലെ തന്നെ സക്കരിയ സലാഹിയും ഫൈസൽ മുസ്ലിയാരുടെ ഒക്കെ വാദമാണ്. എന്നാൽ ഇതല്ല ചെറിയമുണ്ടം പറഞ്ഞിട്ടുള്ളത്. ഈ വാദം ജബ്ബാർ മൗലവിയുടെയും ഫൈസൽ മുസ്ലിയാരിന്റെയൊക്കെ ഈ വാദം കൃത്യമായി ശിർക്കാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അത് ലജ്നത്തു ദായിമയുടെ ഫത്വ വായിച്ചിട്ട്. അപ്പോൾ നേരത്തെ ചോദ്യം ചോദിച്ച സുഹൃത്ത് പറഞ്ഞു, ഒരുപാട് ലജ്നത്തു ദായിമയുടെ ഒരുപാട് ഫത്വകളുണ്ട് ഞങ്ങളുടെ അടുക്കല്, അതൊക്കെ എടുത്താൽ ആകെ കഥ കഴിയുന്നു. ഒന്നെടുത്തപ്പം തന്നെ കഥ കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ഒക്കെപ്പാടെടുത്താൽ അങ്ങേറ്റായിരിക്കും. അപ്പം വളരെ കൃത്യമായി പറഞ്ഞു അത് ഷിർക്കാണ് എന്ന്. എന്നാൽ ചെറിയമുണ്ട് അതല്ല പറഞ്ഞത്. ചെറിയമുണ്ട സൂചിപ്പിച്ചത് സുലൈമാൻ അലൈഹിസ്സലാമയുടെ സംഭവം വിശദീകരിച്ചു. സുലൈമാൻ ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. അവരുടെ
ഞാൻ വല്ലതും വിട്ടുപോകുന്നുണ്ടോ നോക്കാം കയ്യിലുള്ള പുസ്തകത്തിൽ. അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നു. അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ജിന്നുകളോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അഥവാ സുലൈമാൻ അലൈഹിസ്സലാം ജിന്നുകളോട് സഹായം തേടി പ്രാർത്ഥിച്ചു, ഇസ്തിഗാസ നടത്തി. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു പദമാണ് ഇസ്തിഗാസ, സഹായം തേടുക, ദുആ നടത്തുക. അപ്പൊ സുലൈമാൻ അലൈഹിസ്സലാം ജിന്നുകളോട് സഹായം തേടി അതല്ലെങ്കിൽ ജിന്നുകളോട് പ്രാർത്ഥിച്ചു എന്ന് എവിടെയും എന്ത് ചെയ്തിട്ടില്ല, ഖുർആനിലോ ഹദീസിലോ വന്നിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഉറപ്പാണല്ലോ. എന്നിട്ട് തുടർന്ന് നോക്ക്. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അതുപോലെ ഏതുപോലെ അതെ, അതിന്റെ മുമ്പ് പറഞ്ഞതുപോലെ അല്ലെ. അതുപോലെ എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പ് പറഞ്ഞതുപോലെ, അഥവാ സുലൈമാൻ അലൈഹിസ്സലാമക്ക് കീഴ്പ്പെടുത്തി കൊടുത്തതുപോലെ, അത്രയും അതിന്റെ അർത്ഥം. അതുപോലെ സുലൈമാൻ അലൈഹിസ്സലാമയുടെ സംഭവം പറഞ്ഞിട്ട് അതുപോലെ എന്ന് പറയുമ്പം ഏതുപോലെ, ചോദ്യം എന്താ, ഏതുപോലെ എന്ന് പറയുമ്പോ അതിന്റെ തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ, അഥവാ സുലൈമാൻ അലൈഹിസ്സലാമക്ക് കീഴ്പ്പെടുത്തപ്പെട്ടതുപോലെ ജിന്നുകളെ ആർക്കെങ്കിലും കീഴ്പ്പെടുത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കഴിവിൽപ്പെട്ട സഹായം ചോദിച്ചാൽ അതെന്താണ്, പ്രാർത്ഥനയാണ് എന്ന് പറയാവതല്ല എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്, ചെറിയമുണ്ടൻ പറഞ്ഞിട്ടുള്ളത്. അതിനാണ് അവിടെ അതുപോലെ എന്ന് ചേർത്തത്. പലപ്പോഴും നിങ്ങൾ വിടുമ്പോഴെന്താ അതുപോലെ എന്ന് വിടും. അതുപോലെ എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ സുലൈമാൻ അലൈഹിസ്സലാം എന്ത് ചെയ്തിട്ടില്ല, സഹായം തേടിയിട്ടില്ല, ജിന്നുകളോട് പ്രാർത്ഥിച്ചിട്ടില്ല. നേരെ മറിച്ച് സുലൈമാൻ അലൈഹിസ്സലാമക്ക് മറുപടി കേൾക്കണം. എന്നിട്ട് ചോദിച്ചോളി, മറുപടി കേൾക്കാൻ ചോദിച്ച ആൾക്ക് കേൾക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കരുത്, അപ്പോഴോ വസവാസം ഉണ്ടാക്കരുത്, ഇല്ല ജിന്നത്തി വന്നാസ് ആ പണി എടുക്കരുത്. അപ്പൊ അതുപോലെ സുലൈമാൻ അലൈഹിസ്സലാമക്ക് നൽകപ്പെട്ടതുപോലെ എന്നതാണ്. അപ്പൊ ആ രീതിയിൽ ആരെങ്കിലും അവിടെ ചോദിച്ചാൽ എന്തല്ല, പ്രാർത്ഥനയാണ് എന്നല്ല, പറയാൻ പറ്റില്ല എന്നാണ് ചെറിയമുണ്ടൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചെറിയമുണ്ടൻ പറഞ്ഞതും അതുപോലെ ഫൈസൽ മുസ്ലിയാരുടെയും ജബ്ബാർ മൗലയുടെയും വാദം എന്തല്ല, ഒന്നല്ല. ചെറിയമുണ്ടൻ സുലൈമാൻ അലൈഹിസ്സലാമക്ക് ജിന്നു വർഗത്തെ കീഴ്പ്പെടുത്തി കൊടുത്തു, അവരെ സുലൈമാൻ അലൈഹിസ്സലാം ഉപയോഗപ്പെടുത്തി. ആ രീതിയിൽ അതുപോലെ വേറെ ആരെങ്കിലും ഉപയോഗപ്പെടുത്തിയാൽ അതെന്തല്ല, പ്രാർത്ഥനയല്ല. സുലൈമാൻ അലൈഹിസ്സലാമയും ജിന്നുകളോട് എന്ത് ചെയ്തിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല, സഹായം തേടിയിട്ടില്ല. നേരെ മറിച്ച് ജിന്നുകളെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ജബ്ബാർ മൗലവി പറഞ്ഞതെന്താ, ഫൈസൽ മുസ്ലിയാർ പറഞ്ഞതെന്താ, സക്കരിയ പറഞ്ഞ എന്താണ്, ഇസ്ലാമിനാണ് വായിച്ചത്. വഴി അറിയാതെ നടന്നു പോകുമ്പോൾ അവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നോ മലക്കോ എന്നെ സഹായിക്കട്ടെ എന്നു നനച്ച് അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചൊരാൾ തേടിയാൽ അതിൽ പ്രാർത്ഥന ഇല്ല, അത് അഭൗതികല്ലാന്ന്. അത് പ്രാർത്ഥനയാണ്, അഭൗതികമാണ്. 916 ശിർക്കാണ്. കാരണം അയാൾ വിളിക്കുമ്പോൾ അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിക്കുമ്പോൾ അയാളുടെ മനസ്സിലെന്താ, ഇവിടെയുള്ള ജിന്ന് എന്നെ സഹായിക്കുമെന്നാണ് അയാളുടെ ചിന്ത, ഇവിടെയുള്ള മലക്ക് എന്നെ സഹായിക്കുമെന്നാണ് അയാളുടെ ചിന്ത. ആ രീതിയിൽ ജിന്നോ മലക്കോ എന്നെ സഹായിക്കുമെന്ന രീതിയിൽ ഒരാൾ അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അത് 100% ശിർക്കാണ്, ഖുർആനിനെതിരാണ്. ബദറിൽ മലക്കുകൾ ഇറങ്ങി സഹായിച്ചിട്ടുണ്ട് അല്ലേ, പടച്ചവൻ മലക്കുകളിലൂടെ സഹായിച്ചു. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, എല്ലാവരും അംഗീകരിക്കുന്ന. പക്ഷെ അതേ ബദറു കഴിഞ്ഞു, ഉഹുദിൽ അതിനേക്കാൾ വലിയ പരീക്ഷണം വന്നു. ഏതെങ്കിലും ഒരു സഹാബി നേരത്തെ അനുഭവം വെച്ചിട്ട് മലക്കേ ഞങ്ങളെ കാക്കണേ എന്ന് വിളിച്ചു തേടിയോ? തേടിയിട്ടില്ല. എന്തേ തേടാതിരിക്കാൻ കാരണം, അങ്ങനെയുള്ള സഹായത്തേട്ടം അത് ശിർക്കാണ്, ആ സഹായത്തേട്ടം ശിർക്കാണ്. അങ്ങനെ അത്തരത്തിലുള്ള ആളുകളോട് പടച്ചവന് പുറമെ വേറെ ഏതൊരു ശക്തിയോടും ഈ തരത്തിൽ വൈബിയായ വിധത്തിലുള്ള സഹായത്തേട്ടം നടത്തിയാൽ അവർ ഉത്തരം ചെയ്യൂല. അങ്ങനെയുള്ള സഹായത്തേട്ടം ശിർക്കാണ്. എന്നാൽ അത് ശിർക്കല്ല എന്നാണ് ഫൈസൽ മുസ്ലിയാരും ജബ്ബാർ മൗലവിയും ഒക്കെ പറഞ്ഞത്. ഇസ്ലാമിൽ വിശദീകരിച്ച് ചെറിയമുണ്ടൻ പറഞ്ഞത്
സുലൈമാൻ അലൈഹിസ്സലാമക്ക് നൽകപ്പെട്ട ആ കഴിവിനെ കുറിച്ച് പറഞ്ഞ് സുലൈമാൻ അലൈഹിസ്സലാം ജിന്നുകളോട് ചില കാര്യങ്ങളൊക്കെ ചെയ്യിച്ചതിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് അതുപോലെ എന്ന് പറഞ്ഞത്. മനസ്സിലായോ? രണ്ടും രണ്ടാണ്. ഒരു കൊട്ടത്തേങ്ങയും ഒരു കൊട്ട തേങ്ങയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ചോദിച്ച ചോദ്യത്തിൽ ബാക്കി ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെന്നിട്ടുള്ളത്. ഒന്ന് പറപ്പൂരിന്റെ ക്ലിപ്പ്, അത് അങ്ങനെ വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ പറപ്പൂരിനോടൊന്നും വിളിച്ചന്വേഷിക്കുക നല്ലതാണ്. അതല്ല നല്ലത്. പറപ്പൂരിനോട് അങ്ങനെ നിങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നോ? അല്ല ക്ലിപ്പ്, അതെ പറപ്പൂരിന്റെ കുഞ്ഞമുഹമ്മദിന് പറപ്പൂരിന്റെ 10 വർഷത്തിലേറെയായിട്ട് ഞങ്ങൾ പ്രചരിപ്പിക്കുന്ന പറപ്പൂർ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വിചിന്തനത്തിൽ എഴുതുകയും ചെയ്തൊരു ക്ലിപ്പാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു പക്ഷേ ഈ ഫീൽഡിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കൊണ്ട് അങ്ങനെ സംശയം വന്നതായാണ് പറയുന്നത്. ഞങ്ങൾ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ വിശ്വാസം പറപ്പൂർ പറയുമ്പോണ്ടാവുമല്ലോ. അപ്പോൾ പറപ്പൂരിനോട് അന്വേഷിച്ചാൽ ഏതായിരുന്നു ആ സ്റ്റേഡിയെന്നും എവിടെയായിരുന്നു പ്രസംഗിച്ചതെന്നും എന്തുകൊണ്ടാണ് അങ്ങനെ പ്രസംഗിച്ചതെന്നൊക്കെ കൃത്യമായി വിവരം കിട്ടും. പിന്നെ 2009 ഡിസംബർ 11 2012 ഒക്ടോബർ 5 വന്ന ശബാബിലെ ഉത്തരം മുഴുവൻ വായിക്കണം എന്നത് സ്വാഭാവികമായിട്ടും നടക്കൂല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 2 തീയതിയും പറഞ്ഞു തന്നു. ഇനി ഈ ലക്കം വേണമെങ്കിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട ഇവിടുത്തെ പ്രവർത്തകരുടെ നിന്ന് കിട്ടും. 2009 ഡിസംബർ 11 2012 ഒക്ടോബർ 5 ഇതിലെ പ്രസക്തമായ ഭാഗം ഞാൻ വായിച്ചുതരാം. ഈ വിഷയത്തിൽ വന്ന ചോദ്യം യാസർ അറഫാത്ത് തിരുത്തിയാൽ എന്നൊരാള് ആ ഒരു ഉത്തരം നിങ്ങളിപ്പോ വായിച്ച ഭാഗം വെച്ചിട്ട് ചോദ്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചെറിയമുണ്ടം പറഞ്ഞിട്ടുള്ള മറുപടി, മുജാഹിദുകൾക്കിടയിൽ ജിന്ന് വിവാദം ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് ഒരു മുസ്ലിയാരുടെ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചോദ്യത്തിന് ഈ പങ്ക്തിയിൽ മുസ്ലിം നൽകിയ മറുപടിയിൽ 2 കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഒന്ന്, വിജനമായ ഒരു സ്ഥലത്ത് നിന്ന് അള്ളാഹുവിന്റെ അടിയാന്മാരെ നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് ഒരാൾ ആവശ്യപ്പെട്ടാൽ അത് പ്രാർത്ഥനയാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. എന്നൊരാൾ ആവശ്യപ്പെട്ടാൽ വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് അള്ളാഹുവിന്റെ അടിയാന്മാരെ നിങ്ങൾ എന്നെ സഹായിക്കണം എന്നൊരാൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന പറ്റില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു ജിന്ന്, മലക്ക് എന്നിവർ സഹായിക്കുമെന്ന് നനച്ചുകൊണ്ട് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണ്. ഇതങ്ങനല്ല. ഇത് അള്ളാഹുവിന്റെ അടിമകൾ, ഇവിടെ ചെറിയമുണ്ടം എഴുതിയതാണ് ഞാൻ വായിക്കുന്നത്. വിജനമായ സ്ഥലത്ത് വെച്ച് അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്നൊരാൾ പറഞ്ഞതുകൊണ്ട് അത് പ്രാർത്ഥനയാണെന്ന് പറയാൻ പറ്റൂല. അങ്ങനെ അബ്ദുറഹ്മാൻ സൽവി പറഞ്ഞല്ലോ, മഞ്ചേരിയോ എന്ന് ചോദിച്ചു വാരി, അത്രേ ഉള്ളത് എന്നാണ് ചെറിയമുണ്ടം പറഞ്ഞിട്ടുള്ളത്. പിന്നെ പ്രാർത്ഥന എന്നാൽ ഏറെ താഴ്മയോടെയുള്ള കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ള അപേക്ഷയാണെന്നാണ് മുസ്ലിം മനസ്സിലാക്കിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ അടിയാന്മാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾ ഇന്ന കാര്യം ചെയ്യണം എന്നാവശ്യപ്പെട്ടാൽ അത് പ്രാർത്ഥനയാണോ എന്ന കാര്യത്തിൽ മുസ്ലിമിന് സംശയമുണ്ട്. ആ മറുപടിയിൽ മുസ്ലിം വ്യക്തമാക്കിയ 2ാമത്തെ കാര്യം, ഒറ്റപ്പെട്ട ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിജനമായ സ്ഥലത്ത് നിന്ന് അള്ളാഹുവിന്റെ അടിയാന്മാരെ എന്ന് വിളിച്ച് സഹായം ആവശ്യപ്പെടൽ ഇസ്ലാമിന്റെ ഒരു അംഗീകൃത സമ്പ്രദായമാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ്. മുമ്പിൽ മനുഷ്യരെ ആരെയും കാണുന്നില്ലെങ്കിൽ ഏതാവശ്യത്തിനും അള്ളാഹുവോട് മാത്രം സഹായം തേടുക എന്നതാണ് ഇസ്ലാമിലെ അംഗീകൃത സമ്പ്രദായം. ഇതിനാണ് നൂറുകണക്കിന് ആയത്തുകളുടെയും പ്രാമാണികമായ ഹദീസുകളുടെയും പിൻബലമുള്ളത്. ഒറ്റപ്പെട്ട ഒരു ഹദീസ് തെളിവായി ഉന്നയിച്ചുകൊണ്ട് ഇതിന് വിപരീതമായ ഒരു സമ്പ്രദായം സ്ഥാപിക്കാൻ പാടില്ല. ഒറ്റപ്പെട്ട ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിലെ അംഗീകൃതമായ നിലപാടുകൾക്ക് ഇളക്കമുണ്ടാക്കാൻ മുസ്ലിയാന്മാർ ശ്രമിച്ചാലും മൗലവിമാർ ശ്രമിച്ചാലും അത് അന്യായം തന്നെയാണ്. മലക്കുകളോടോ ജിന്നുകളോടോ പ്രാർത്ഥിക്കാമെന്നോ പ്രാർത്ഥനയല്ലാത്ത സഹായം തേടാമെന്നോ, ഇവിടെ തർക്കമാണല്ലോ, പ്രാർത്ഥനയല്ല സഹായം തേട്ടാണെന്ന് പറയണ്ടല്ലോ, പ്രാർത്ഥനയല്ലാത്ത സഹായം തേടാമെന്നോ അങ്ങനെ സഹായം തേടുന്നതിന് അള്ളാഹുവോ റസൂലോ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നോ മുസ്ലിം ഒരിക്കലും എഴുതിയിട്ടില്ല. അവിടെ പറഞ്ഞു, ആ വിഷയം കഴിഞ്ഞു, ചെറിയമുണ്ടം വിശദീകരിച്ച് കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പഴയ ഒരു വരി എടുത്തിട്ട് വ്യാഖ്യാനിച്ചിറക്കേണ്ട ആവശ്യമില്ല. ഇനി 2012 ഒക്ടോബർ 5 ശബാബിൽ വളരെ വിശദമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളടുത്തൊന്ന് വായിക്കണം. എന്നാലും ഞാൻ ഒരു ഭാഗം അതിന്റെ വായിച്ചുതരാം. അതിനാൽ മനുഷ്യരെ അപേക്ഷിച്ച് അവരെ അഭൗതിക സൃഷ്ടികളെന്നോ ഐബിയായ സൃഷ്ടികളെന്നോ വിളിക്കാവുന്നതാണ് ജിന്നുകളെ. അപ്പൊ ആ വിഷയത്തില് അത് കഴിഞ്ഞിട്ട് ഐബിയായ സൃഷ്ടികളാണ് എന്ന് പറഞ്ഞ് വിശദീകരിച്ച് സുലൈമാൻ നബിയുടെ സംഭവം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ജിന്നുകൾ നമ്മുടെ സഹായാർത്ഥന കേൾക്കുമെന്നോ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, മനുഷ്യർക്ക് ഭൗതികമായി ആർജിക്കാവുന്ന അറിവിന്റെ പരിധിക്ക് അപ്പുറത്താണ് ഈ 2 സൃഷ്ടി വിഭാഗവും, ജിന്നും മലക്കുകളും. അതിനാൽ മനുഷ്യരെ അപേക്ഷിച്ച് അവരെ അഭൗതിക സൃഷ്ടികളെന്നോ ഐബിയായ സൃഷ്ടികളെന്നോ വിളിക്കാവുന്നതാണ് എന്ന് പറഞ്ഞ് വിശദീകരിച്ച് എഴുതിയതിനു ശേഷം അത് ഐബിയായ സൃഷ്ടികളോട് സഹായം തേടുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞതിന് വിശദമായി പറഞ്ഞതിന് ശേഷം ജിന്നുകൾ നമ്മുടെ സഹായാർത്ഥന കേൾക്കുമെന്നോ കേട്ടാൽ അവർ സഹായിക്കുമെന്നോ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നൊന്നും വ്യക്തമാകുന്നില്ല. അതിനാൽ അത് ഉറപ്പായ അറിവില്ലാത്ത കാര്യമാണ്.
അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഏത് പ്രവർത്തനവും നിഷിദ്ധമാണ്. അത് ശിർക്കാവുമെന്നതിലേക്കാണ് മറ്റൊരു ഖുർആൻ വാക്യം സൂചന നൽകുന്നത്. നിനക്ക് യാതൊരു അറിവുമില്ലാത്ത വല്ലതിനെയും എന്നോട് നീ പങ്കുചേർക്കുന്ന കാര്യത്തിൽ അവർ മാതാപിതാക്കൾ നിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ അവരെ നീ അനുസരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആയത്ത് കൊടുത്തിട്ടുണ്ട്. തുടർന്ന് ഇങ്ങനെ വന്നിട്ട് പിന്നീട് അദ്ദേഹം പറയുന്നത്, ഏത് വിഷയത്തിലും അവനോട് സഹായം തേടാം, അള്ളാഹുവിന് നമ്മെ എപ്പോഴും സഹായിക്കാൻ കഴിയുമെന്നതും ഏത് വിഷയത്തിലും അവനോട് സഹായം തേടാമെന്നതും ഖുർആനും സുന്നത്തുകൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. ജിന്നിന് സഹായിക്കാൻ കഴിയുമെന്നോ ജിന്നിനോട് സഹായം തേടാമെന്നതോ പ്രമാണങ്ങളാൽ തെളിയിക്കപ്പെട്ട കാര്യമല്ല. അതിനാൽ പ്രമാണബദ്ധമായ സഹായാർത്ഥനയോട് പ്രമാണരഹിതമായ സഹായത്തേട്ടം കൂട്ടിച്ചേർക്കുന്നത് 31:15 പറഞ്ഞ പങ്കു ചേർക്കൽ അഥവാ ഷിർക്ക് ആകുമെന്ന് കരുതാവുന്നതാണ്. ഇനി ഇവിടെ വിശദീകരിച്ച കാര്യം ഞങ്ങളുടെ മാത്രം വ്യാഖ്യാനമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അടുത്തൊരു പാരഗ്രാഫ് കൂടി വായിച്ചു തരാം. ജിന്നുകളും മലക്കുകളും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഭാഗമല്ലാതാവുന്നത് അള്ളാഹു ജിന്നുകളെ ഏതെങ്കിലും മനുഷ്യന് കീഴ്പ്പെടുത്തി കൊടുക്കുമ്പോഴും മലക്കിനെ ആരുടെയെങ്കിലും അടുത്തേക്ക് അവരുമായി ബന്ധം പുലർത്താൻ വേണ്ടി നിയോഗിക്കുമ്പോഴും മാത്രമാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാമക്കല്ലാതെ മറ്റാർക്കെങ്കിലും അള്ളാഹു ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് ഖുർആനിലോ പ്രബലമായ ഹദീസിലോ പറഞ്ഞിട്ടില്ല. ജിന്ന് സേവ സംബന്ധിച്ച് പറയപ്പെടുന്ന കഥകളിലൊന്നും സത്യവിശ്വാസികൾക്ക് അവലംബിക്കാവുന്നതല്ല. സുലൈമാൻ നബി അലൈഹി സ്വലാം ജിന്നുകളോട് സഹായാർത്ഥന നടത്തിയെന്നല്ല, അദ്ദേഹത്തിന്റെ ആവശ്യമുള്ള നിർമ്മാണ ജോലികൾ അവരെ കൊണ്ട് ചെയ്യിച്ചു എന്നാണ് ഖുർആനിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഇവിടെ വിശദീകരിച്ചെന്ന്. എന്റെ പേര് അബ്ദുൽ ലത്തീഫ്, ഞാൻ താഴ്ത്തിങ്ങൽ സ്വദേശി. ഹലോ, കണ്ണേറ് ഉണ്ട് എന്ന് ഹദീസിലുണ്ട്, അതിനുള്ള പ്രാർത്ഥന ഹദീസ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് എങ്ങനെ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? അങ്ങനത്തെ ചോദ്യം. അൽ ഐനു ഹഖുൻ എന്നതാണ് ഹദീസ്. നമ്മൾ പലപ്പോഴും പല സന്ദർഭങ്ങളിൽ വിശദീകരിച്ചതാണ്. അൽ ഐന് എന്നതിനാണ് സാധാരണ കണ്ണേറ് എന്ന അർത്ഥം പറഞ്ഞു വരാറുള്ളത്. അൽ ഐന് നമ്മൾ വിശദീകരിച്ചു. അൽ ഐന് എന്ന് പറഞ്ഞാൽ അതിന് കണ്ണേറ് എന്ന അർത്ഥം ലഭിക്കില്ല. പ്രസ്തുത കണ്ണ് അല്ലെങ്കിൽ പ്രസ്തുത നോട്ടം എന്നൊക്കെയാണ് അതിനർത്ഥം. നമ്മൾ ദുആവും അദ്ദുആവും പഠിപ്പിക്കാറുണ്ട്. ദുആ ഏത് വിളിക്കും ദുആ എന്ന് പറയാം. എന്നാൽ അലിഫുലാമ് ചേർത്തിട്ട് അദ്ദുആ പറഞ്ഞാൽ പ്രസ്തുത തേട്ടെന്ന, അത് പ്രാർത്ഥന അദ്ദുആ. ഇപ്പൊ റജുൽ, ഇവിടെ ഒരുപാട് ആണുങ്ങളുണ്ട്, പക്ഷെ അതിനോട് അലിഫുലാമ് ചേർത്തിട്ട് അർറജുൽ എന്ന് പറഞ്ഞാൽ ആ പുരുഷൻ, ഒരു പ്രത്യേക പുരുഷൻ, എല്ലാവരും പെടൂല. അതുപോലെ അൽ ഐന് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അത് ആ പ്രസ്തുത നോട്ടം, ആ പ്രസ്തുത കണ്ണ് എന്നേ അതിനർത്ഥം കിട്ടുകയുള്ളൂ. അപ്പൊ അത് എന്താണ് എന്ന് വിശദീകരിക്കേണ്ടത് ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. അത് പ്രവാചകൻ തന്റെ പേരക്കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട്. മിൻ നഫ്സിൻ ഹാസിദിൻ വമിൻ ഐനിൻ ഹാസിദിൻ, അസൂയാലുവിന്റെ കണ്ണ്, അസൂയാലുവിന്റെ നോട്ടം എന്നാണ് പ്രവാചകൻ അൽ ഐനിന് വിശദീകരണം നൽകിയത്. അപ്പൊ എന്താ അസൂയ? അസൂയ മറ്റൊരാളുടെ നന്മ നീങ്ങിപ്പോകണമെന്ന നമ്മളുടെ ചിന്തക്കാണ് അസൂയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ നന്മ നീങ്ങിപ്പോകണമെന്ന ചിന്തയോടുകൂടി ഒരാൾ നോട്ടിട്ടിട്ടുണ്ടെങ്കിൽ പടച്ചോനെ അതിൽ നിന്ന് നീ എന്ത് ചെയ്യണം, എന്നെ കാക്കേണമേ എന്ന്. സൂറത്തുൽ ഫലക്കിന്റെ അവസാനത്തിൽ ഖുർആൻ സൂചിപ്പിച്ചില്ലേ, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലു അസൂയ വെക്കുമ്പോൾ അവന്റെ ആ ഷർറിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. വമിൻ ശർരി ഹാസിദിൻ, എപ്പോഴ് ഇദാ ഹസദ, അവൻ അസൂയ വെക്കുമ്പോഴാണ്, അസൂയ വെക്കുമ്പോ അവന്റെ ഷർറിൽ നിന്ന് നീ എന്നെ കാത്തു രക്ഷിക്കണമെന്ന്. അപ്പൊ ആ അസൂയാലു നോട്ടം വിട്ടാൽ കൊല്ലാൻ വരെ മടിക്കില്ല. അതല്ലാതെ ഒരു അസൂയാലും ഇങ്ങനെ നോക്കിയത് കൊണ്ടൊന്നും സംഭവിക്കൂല. ഒരു അസൂയാലും തെങ്ങിന്റെ മറക്കം വിട്ട് മേപ്പിട്ട് നോക്കിയത് കൊണ്ടൊന്നും സംഭവിക്കൂല. എന്നാൽ തെങ്ങ് നശിച്ചു പോകാൻ പറ്റുന്ന വിധത്തിലുള്ള എന്തെങ്കിലും അയാൾ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും? ആ അസൂയയുടെ ഫലമായിട്ട് ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും? ആ തെങ്ങ് നശിച്ചു പോയി എന്ന് വരും. അതുപോലെ നല്ലൊരു പഴക്കൊലുണ്ട്, ഒരാൾ വന്നിട്ട് അതിനിങ്ങനെ നോക്കിയത് കൊണ്ട് എന്ത് ചെയ്യൂല, ഒന്നും പറ്റുകയില്ല. ലോകത്തിലെ ആദ്യത്തെ കൊലപാതകം നടന്നത് നമ്മൾ പലപ്പോഴും വിശദീകരിച്ചതാ. ആദമിന്റെ 2 മക്കൾ തമ്മിൽ
രണ്ടാളും ബലിയർപ്പിച്ചു. ഒരാളിൽ നിന്ന് അള്ള സ്വീകരിച്ചു, മറ്റൊരാളിൽ നിന്ന് അള്ള എന്ത് ചെയ്തില്ല? സ്വീകരിച്ചില്ല. അങ്ങനെ സ്വീകരിക്കാത്ത അവസ്ഥ വന്നപ്പോൾ എന്ത് ചെയ്തു? അവര് തമ്മിൽ എന്ത് ചെയ്തു? അസൂയ മൂത്തു. അങ്ങനെ ആ ഖുർബാൻ സ്വീകരിക്കപ്പെട്ടവനെ എന്ത് ചെയ്തു? മറ്റേയാൾ കൊന്നു. നോക്കൂ നിങ്ങൾ, ഈ സംഘടനയിലുണ്ടായ പ്രശ്നങ്ങളുടെ മെയിൻ കാരണം എന്താ? ഒരു വ്യക്തിയോട് തോന്നിയിട്ടുള്ള അസൂയാണ്. ഒരു വ്യക്തിയുടെ വളർച്ചയിൽ ഹുസൈൻ മടവൂർ എന്ന് പറയുന്ന വ്യക്തിയിൽ തോന്നിയ അസൂയാണ്. ആ അസൂയ പിന്നെ വളർന്നു വന്ന് അയാളെ അരിക്കാക്കണം എന്ന് തോന്നി. പക്ഷെ പിന്നെ അദ്ദേഹത്തെ അനുകൂലിച്ചവരെ മുഴുവൻ എന്ത് ചെയ്തു? അരിക്കാക്കാൻ നോക്കി. അപ്പൊ അതാണ് അൽ ഐനു ഹക്കുൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെന്ത് ചെയ്തിട്ടില്ല? നിഷേധിക്കുന്നില്ല. നേരെ മറിച്ച് അത് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. അതേ പറയാനുള്ളൂ. ഇതിൽ ഒരു കാര്യം പറയാനുള്ളത്, ഈ ചോദ്യം ഈ ഉത്തരം കൊടുത്തുകൊള്ളുന്നുണ്ട് എന്നത് മനസ്സിലാക്കന്മാരെ ശ്രദ്ധിക്കുക. ചോദ്യകർത്താക്കൾക്ക് ചോദിക്കാനുള്ള മൈക്ക് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ സീറ്റുണ്ട്. അവിടെ ഇരുന്ന് നിങ്ങളുടെ അവസരം വരുമ്പോൾ നിങ്ങൾ ചോദിക്കുക. ഇവിടെ വേദിയിൽ വന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നില്ല. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ വായിക്കുന്ന ഓരോ ഭാഗങ്ങളും അവിടെ ശബ്ദമുണ്ടാക്കരുത്. നമ്മുടെ പ്രവർത്തകരെല്ലാവരും ഈ വേദിയിലേക്ക് കടന്നു വരണം. അവിടെ ശബ്ദമുണ്ടാക്കരുത്. ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പോയിന്റ് നമ്മൾ നൽകിയിട്ടുണ്ട്. അവിടെ വെച്ചല്ലാതെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല. ബഹുമാന്യരായ മറുഭാഗത്ത് നിൽക്കുന്ന സഹോദരന്മാരോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, ഇത് നമ്മുടെ സംസ്കാരമല്ല. ഈ സംസ്കാരം ഇവിടെ വിലപ്പോവുകയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ ഈ പ്രദേശത്തുകാരാണ്. ഇവിടെ സുതാര്യമായി വ്യക്തമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ വേദിയിൽ കയറി ചെന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചാൽ അത് നേരിടേണ്ട രൂപത്തിൽ ഞങ്ങൾ നേരിടും. അതുകൊണ്ട് വളരെ കൃത്യമായി പറയുകയാണ്, ചോദ്യം ചോദിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഇവിടെ നിശ്ചയിക്കപ്പെട്ട കസേരയിൽ വന്നിരുന്ന് നിങ്ങളുടെ അവസരം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്ത് നിങ്ങളുടെ ചോദ്യം ചോദിക്കേണ്ടതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള ശബാബിലെയും മറ്റും ഉദ്ധരണികൾ നേരിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിനുള്ള അവസരം നമ്മൾ നൽകുന്നതാണ്. ഇതിന്റെ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് എടുക്കാം. ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇത് നോക്കാനുള്ള അവസരം നമ്മൾ നൽകും. ഈ പരിപാടിക്ക് തടസ്സം നിൽക്കുന്ന രൂപത്തിൽ ഇത്തരത്തിലുള്ള നീചമായ പ്രവൃത്തികൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ഈ സദസ്സിൽ കടന്നു വന്ന് ചോദിക്കേണ്ടതാണ്. അടുത്ത ആളുകൾക്ക് മൈക്ക് കൈമാറാം, ചോദിക്കാവുന്നതാണ്. ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറിക്കൂടുമെന്നും രോഗവും മറ്റും ഉണ്ടാക്കുമെന്നുമാണ് ഇന്ന് നവ ഖുറാഫികൾ പ്രചരിപ്പിക്കുന്നത്. ഇതിന്റെ വസ്തുത എന്താണ് എന്നറിയാം. അവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ പ്രവർത്തകര് ഈ സദസ്സിലേക്ക് വരേണ്ടതാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം കുറിക്കൊള്ളുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണത്. നമ്മുടെ പ്രവർത്തകര് ഈ സദസ്സിലേക്ക് കയറിയിരിക്കുക. നമ്മുടെ പ്രവർത്തകർ ഈ സദസ്സിലേക്ക് കയറിയിരിക്കുക. ചോദ്യോത്തരങ്ങൾ അവിടെ കുറിക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തകർ ഇങ്ങോട്ട് വരിക. ജിന്ന് രോഗമുണ്ടാക്കുമോ ഇല്ലയോ? രോഗമുണ്ടാക്കുമെന്ന് സക്കരിയ സലാഹിയും അതുപോലെ തന്നെ ഫൈസൽ മുസ്ലിയാരും ടീമും പ്രചരിപ്പിക്കുന്നു. ശരിയാണ്, അവരെ അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ജിന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി വൈബിയാണ്. ആ വൈബിയായിട്ടുള്ള സൃഷ്ടികൾ എന്തൊക്കെ ചെയ്യും, എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് പറഞ്ഞു തരേണ്ടത് പടച്ചവനാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പടച്ചവൻ ജിന്നുകളുടെ ഫിത്തനയെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ ഉപമയിലൂടെ പഠിപ്പിച്ചത് സൂറത്തു അഅറാഫിലെ 27-ാമത്തെ വചനത്തിൽ യാ ബനി ആദം ലാ യഫ്തിനന്നകും ശൈത്വാൻ കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന എന്നാണ്. യാ ബനി ആദം, അല്ലയോ മനുഷ്യരെ, ലാ യഫ്തിനന്നകും, നിങ്ങളെ ഫിത്തനയിലാക്കാതിരിക്കട്ടെ. ആ ഫിത്തന എന്നുള്ള പദത്തിന് എല്ലാ വിധത്തിലുള്ള അർത്ഥവും നൽകാം. ഏതൊക്കെ ഫിത്തനകളുണ്ടോ ആ ഫിത്തന ഏതുപോലെ നിങ്ങളെ ഫിത്തനയിലാക്കാതിരിക്കട്ടെ. കമ അഖ്റജ അബവൈക്കും,
നിങ്ങളുടെ മാതാപിതാക്കളെ അവൻ പുറത്താക്കിയതുപോലെ മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന്. അപ്പൊ സ്വർഗത്തിൽ നിന്ന് ആദം അലൈഹിസ്സലാമയെയും ഇണയെയും എങ്ങനെയാണോ അവൻ പുറത്താക്കിയത് ആ രീതിയിൽ നിങ്ങൾ അവൻ ഫിത്തനയിലാക്കും. മനുഷ്യ സമൂഹത്തെ വിളിച്ചിട്ട് അള്ളാഹ് പഠിപ്പിച്ചു തരാണത്. ആ രീതിയിൽ നിങ്ങളെ ഫിത്തനയിലാക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആദം അലൈഹിസ്സലാമക്ക് എന്താണ് ശൈത്താൻ ചെയ്തത് എന്ന് ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്ത് ബക്കറയിലെ 36-ാമത്തെ ആയത്ത്, സൂറത്ത് അറാഫിലെ 20-ാമത്തെ ആയത്ത്. ഫവസ്വസ ലഹുമ ശൈത്താൻ, ശൈത്താൻ അവർക്ക് ദുർബോധനം നടത്തി എന്ന. അപ്പൊ ഈ ദുർബോധനം ശൈത്താൻ നടത്തും. അതിനുള്ള രക്ഷാമാർഗം എന്ത് ചെയ്തിട്ടുണ്ട്? ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. പടച്ചവനോട് രക്ഷ തേടലാണ്. എന്നാൽ ഇതിനപ്പുറം ശരീരത്തിൽ കയറിക്കൂടുകയും രോഗമുണ്ടാക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനിലോ അതല്ലെങ്കിൽ വ്യക്തമായ സഹീഹായ ഹദീസിലോ പഠിപ്പിച്ചിട്ടില്ല. പലപ്പോഴും രോഗമുണ്ടാക്കും എന്നതിന് ഇവർ തെളിവായി ഖുർആനിൽ നിന്ന് എടുത്തുദ്ധരിക്കാറുള്ളത് സൂറത്തു ബക്കറയിലെ 275-ാമത്തെ ആയത്താണ്. അവിടെ പലിശയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. പലിശ ഭുജിക്കുന്നവൻ നാളെ പരലോകത്തിലെത്തുമ്പോൾ അയാൾ എഴുന്നേറ്റ് നടക്കുന്ന രീതിയെക്കുറിച്ച് സൂചിപ്പിച്ചു. അവൻ ലാ യഖൂമു ഇല്ലാ കമാ യതഹബ്ബതുഹു ശൈത്വാനു മിനൽ മസ്സി. അവിടെ വാക്കർത്ഥം നേർക്കുനേരെ പറഞ്ഞാൽ പിശാച്ചുബാധയേറ്റവനെ പോലെയല്ലാതെ എന്ന. തഹബ്ബത്ത ശൈത്താൻ എന്ന് പറഞ്ഞാൽ അറബികൾ സാധാരണ ഭ്രാന്തിനും അതുപോലെ തന്നെ അവസ്മാര രോഗത്തിനും ഉപയോഗിച്ചിരുന്ന ഒരു പദമാണത്. അത് ഖുർആൻ എടുത്ത് ഉപയോഗിച്ചു. അഥവാ ഭ്രാന്തനെ പോലെയല്ലാതെ, അതല്ലെങ്കിൽ അവസ്മാര രോഗിയെ പോലെയായിരിക്കും നാളെ പരലോകത്തിലെത്തുമ്പം പലിശ ഭുജിച്ചവൻ എന്നാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. മുഫസ്സിറുകൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ആലങ്കാരിക പ്രയോഗം മനസ്സിലാക്കാതെ അല്ല ശൈത്താൻ ശരീരത്തിൽ കയറിക്കൂടുമെന്ന് സമൂഹത്തിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയാണ്. മാത്രവുമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, ഇവരുടെ തന്നെ പണ്ഡിതൻ എഴുതിയിട്ടുള്ള രക്ഷയുടെ കപ്പൽ എന്ന് പറയുന്ന പുസ്തകം സയ്യിദ് സാഫർ സ്വാദിഖ്, ഇന്ന് ജിന്നു വിഭാഗത്തിലെ പണ്ഡിതനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകത്തില് ഷിർക്കിന്റെ ഇനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ഷിർക്കിന്റെ ഇനങ്ങൾ സൂചിപ്പിച്ചിടത്ത് 43-ാമത്തെ പേജ്, 43-ാമത്തെ പേജില് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, നേർച്ച വഴിപാടുകൾ നേരുക, കബറാളികളോട് വിളിച്ചു പ്രാർത്ഥിക്കുക, ജിന്നുകളോടും പിശാചുക്കളോടും സഹായം തേടുക, മരിച്ചവരെ ഭയപ്പെടുക, പിശാച്ചിനോ ജിന്നിനോ നമുക്ക് രോഗം നൽകുവാനോ രോഗം ശിഫയാക്കുവാനോ കഴിയുമെന്ന് വിശ്വസിക്കുക, അതിനുവേണ്ടി ആവശ്യപ്പെടുക തുടങ്ങിയതെല്ലാം തന്നെ ഈ ഇനത്തിൽ പെടുന്നതാണ്, ഷിർക്കിൽപ്പെട്ടതാണ്. ഇവരുടെ തന്നെ പണ്ഡിതൻ സയ്യിദ് ഷാഫർ സാദിഖ് രക്ഷയുടെ കപ്പൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ അത്തരത്തില് ജിന്നുകൾ രോഗമുണ്ടാക്കുമെന്ന വിശ്വാസം അത് കടുത്ത അന്ധവിശ്വാസമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നതല്ല. അത് പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി അന്ധവിശ്വാസികൾ കൊണ്ടുവന്നതാണ്. അത് ആരും വിശ്വസിക്കേണ്ടതില്ല. അസ്സലാമു അലൈക്കും. സൂറത്ത് ഫുർഖാനിലെ 9-10 ആയത്തില് ഇങ്ങനെ വായിക്കാൻ കഴിയും നമുക്ക്. وقال الظالمون إن تتبعون إلا رجلا مسحورا انظر كيف ضربوا لك الأمثال فضلوا فلا يستطيعون سبيلا. അവിടുത്തെ വാലിന്യങ്ങൾ പറയാണ്, അക്രമികൾ നസാറാക്കും അതേപോലെ മുശ്രികൾ പറഞ്ഞ് നിങ്ങൾ പിൻപറ്റുന്ന മുഹമ്മദ് സീറ് ബാധിച്ചവനാണ്. അള്ള പറയുന്നത് ഒന്നൂർ കൈസ വറബൂറക്കെല്ലാം മുഹമ്മദ് നോക്ക് താങ്കളെ കുറിച്ച് പറഞ്ഞ ഉപമ എന്താണ്? അപ്പം വല്ലു ആ കാരണത്താൽ അവർ വഴി വെച്ച് പോയി എന്നാണ് പറയുന്നത്. ലായസ്തീന്ന് സബീല, അവർക്ക് നേർമാർഗം പ്രാപിക്കാൻ കഴിയില്ലാന്ന് പറയുന്നു. അപ്പൊ ഈ ആയത്ത് പിന്നെ ഇറങ്ങിയ സന്ദർഭത്തിൽ അത് അവർക്ക് മാത്രം ബാധകമാണോ? അതാ ഇനി ഇപ്പൊ നമ്മളെ ആളുകൾ പറയുന്നത് റസൂലുള്ളാഹിക്ക് സീർ ബാധിച്ചു. അപ്പൊ റസൂലുള്ളാഹിക്ക് സീർ
സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ക്ഷമിക്കണം, നമ്മുടെ ലൈവ് കൊടുക്കുന്ന സുഹൃത്ത് DC ആയതാണ്, ഉടനെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അവിടെ നടക്കുന്ന പരിപാടി ചിന്നൂരികൾക്കുള്ള ഖണ്ഡനവും അതുപോലെ മുഖാമുഖവും ഒക്കെ വളരെ ഗംഭീരമായി മുന്നോട്ട് പോകുകയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ടൈഗർ സുന്നികൾ, ഉഗ്രവാദികളുടെ മാതൃക പിൻപറ്റിയിട്ടുള്ള ജിന്നി വിഭാഗം അവര് ഈ പരിപാടി കലക്കാൻ ശ്രമിക്കാൻ അവർ പ്രേരിപ്പിക്കുന്നു എന്ന് തോന്നുന്നു. അത് നമ്മുടെ ലൈവ് ഫ്രം കേരള എന്ന് പറഞ്ഞ സുഹൃത്ത് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ പരിപാടിക്ക് ശേഷം നമ്മുടെ ക്ലാസ് റൂമിൽ ഗംഭീരമായൊരു ചർച്ച നടക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. താക്കീതുകളോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതു കാലഘട്ടത്തിലുള്ള ആളുകൾക്കും ബാധകമാണ്. ഞാൻ മനസ്സിലാക്കുന്നു, അതുകൊണ്ട് തന്നെ ഇവർ നന്നാകാത്തതും. കാരണം നബിക്ക് സിഹ്റ് ഫലിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്ന ആള് ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത് ഫലല്ലൂന, അവര് പഴിച്ചു പോയിട്ടുണ്ട്, അവർക്ക് നേർമാർഗം പ്രാപിക്കാൻ സാധ്യമല്ലാന്ന്. അപ്പൊ ഇവര് നന്നായി കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ തെറ്റാണെന്ന് പറയേണ്ടി വരും. അപ്പൊ ഈ വാദം അവർ പിൻവലിക്കാത്തടത്തോളം കാലം ഇത്തരത്തിൽ ശിർക്കിലും കുഫറിലും അന്ധവിശ്വാസത്തിലും തന്നെയായിരിക്കും ഈ ഫൈസൽ മുസ്ലിയാരും ടീമും ഉണ്ടാവുക എന്നതിൽ സംശയമില്ല. അത് ഖുർആൻ കൊണ്ട് തെളിയുന്നു. കാരണം പ്രവാചകന് സിഹ്റ് ഫലിച്ചു എന്നാ. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വീക്ഷണം എന്താ സിഹ്റിനെ കുറിച്ച്? സൂറത്തുൽ നിസായിലെ 51, 52 ആയത്ത് നമ്മളത് ഇവിടെ ആദ്യത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞത്. ഇവിടെ വന്ന ആളുകൾ മറുപടി പറയാനേ എന്ന് പറഞ്ഞു വന്ന ആളുകൾ തൊട്ടിട്ടില്ല. എന്താ അമാനി മൗലവിന്റെ പരിഭാഷ കാണാഞ്ഞിട്ടാണോ, അതല്ല മലയാളം പോലും വായിക്കാൻ അറിയാഞ്ഞിട്ടാണോ എന്ന് അറിയുകയില്ല. സൂറത്തുൽ നിസായിൽ 51-ാമത്തെ ആയത്ത് ഞാൻ അമാനി മൗലവിയുടെ പരിഭാഷയിൽ നിന്നാണ് വായിക്കുന്നത്. സുഹൃത്തുക്കൾ ഒന്ന് കണ്ണു തുറക്കണം. ഇത് പരലോകത്തിന്റെ കാര്യം. നേരത്തെ പറഞ്ഞല്ലോ, നല്ലു പഴച്ചു പോകും, അള്ളാഹുവിന്റെ ശാപമുണ്ടാവുന്ന കാര്യമാണ്. അലം തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബ് യുമിനൂന ബിൽ ജിബ്തി വത്താഊത്ത് വയഖൂലൂന ലില്ലദീന കഫറു ഹൗലായി അഹദാ മിനല്ലദീന ആമനു സബീല. ഞാൻ അർത്ഥം വായിക്കാണ്. വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരംശം നൽകപ്പെട്ടിട്ടുള്ളവരെ നീ നോക്കിക്കണ്ടില്ലേ? അവർ ജിബ്തിലും താഊത്തിലും ക്ഷുദ്രമായതിലും ദുർമൂർത്തിയിലും വിശ്വസിക്കുന്നു. അവിശ്വാസികളെ കുറിച്ച് അവർ പറയുകയും ചെയ്യുന്നു, ഇക്കൂട്ടർ വിശ്വസിച്ചവരെക്കാൾ കൂടുതൽ നേർമാർഗം പ്രാപിച്ചവരാണ് എന്ന്. 52-ാമത്തെ ആയത്ത് ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ് വമൻ യൽഅനില്ലാഹു ഫലൻ തജിദ ലഹു നസീറ. അക്കൂട്ടരത്രേ അല്ലാഹു ശപിച്ചിട്ടുള്ളവർ. ഏതൊരുവരെ അല്ലാഹു ശപിക്കുന്നുവോ അവന് ഒരു സഹായകനെയും നീ കണ്ടെത്തുകയേ ഇല്ല. നോക്കൂ, അല്ലാഹ് ശപിച്ച രണ്ടു കൂട്ടരെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. സൂറത്തുൽ നിസായിലെ 51, 52 ആയത്ത്. മുൻവിധി ഇല്ലാതെ ആലോചിക്കണം മാന്യരായ എന്റെ അപ്പുറത്തുള്ള സുഹൃത്തുക്കള്. ആരെയാണ് അള്ളാഹ് ശപിച്ചിട്ടുള്ളത്? ഒന്നാമത്തെ ടീം അവർ ജിബ്തിലും താവൂത്തിലും വിശ്വസിക്കുന്നവരാ. രണ്ടാമത്തെ അവരുടെ പോരായ്മ എന്താ? അതുകൊണ്ട് തന്നെ വിശ്വാസികളെക്കാൾ അവിശ്വാസികളാണ് ഉഷാറ്, നേർമാർഗം പ്രാപിച്ചവർ എന്നവർ പറയുന്ന അവരെ ശപിച്ചിട്ടുണ്ട്. എന്താണ് ജിബ്ത്? അമാനി മൗലവി വിശദീകരിച്ചതിൽ നിന്ന് ഞാൻ വായിക്കുന്നു. ഒരു നന്മയുമില്ലാത്ത സുഹൃത്തുക്കൾ ഇത് കേൾക്കണം, അവിടെ സീറ്റ് എടുത്തിട്ട് ഈ സമയത്ത് ശ്രദ്ധ തിരിച്ചുവിടരുത്. ഒരു നന്മയുമില്ലാത്ത മിഥ്യയായതും ഒന്നിനും കൊള്ളാത്തതും ദുഷ്ടമായതും ക്ഷുദ്രമെന്നൊക്കെ അർത്ഥം നൽകാവുന്ന പദമാണ് ജിബ്ത്. സിഹിർ, ആഭിചാരം, ആഭിചാരി, പ്രശ്നം നോക്കൽ, പ്രശ്നക്കാരൻ, വിഗ്രഹം ആദിയായ അടിസ്ഥാനരഹിതങ്ങളായ പലതിനും ജിബ്ത് എന്ന് പറയപ്പെടാറുണ്ട്. ശകുനം നോക്കലും പ്രശ്നം വെക്കലും പക്ഷിലക്ഷണവും ജിബ്ത്തിൽപ്പെട്ടതാണ് എന്ന് ഒരു ഹദീസിലും വന്നിരിക്കുന്നു. അപ്പൊ എന്താ ജിബ്ത്? പക്ഷിലക്ഷണം നോക്കുന്നത് പോലെ, പ്രശ്നം വെക്കുന്നത് പോലെ, ശകുനം നോക്കുന്നത് പോലെ തന്നെ സിഹിറിലുള്ള വിശ്വാസം, മാരണത്തിലുള്ള വിശ്വാസവും ജിബ്ത്തിൽപ്പെട്ടതാണ് എന്നാ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത്. ഉമർ റളിയല്ലാഹു അൻഹു പോലും ജിബ്ത്തിന് സിഹിർ എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത്രയും ഗുരുതരമായ പടച്ചവന്റെ ശാപത്തിന് വിധേയമാകുന്ന ഒന്നാണ് സിഹിറിലുള്ള വിശ്വാസം. എന്താ സിഹിറിൽ മാരണത്തിൽ വിശ്വസിക്കാറില്ല? മാരണം ഉണ്ടെന്ന് വിശ്വസിക്കലല്ലോ, മാരണം കൊണ്ട് എനിക്ക് ഗുണമോ ദോഷമോ ഉണ്ടാവുമെന്ന വിശ്വാസം.
അതിനനുസരിച്ചുള്ള പ്രവർത്തനം അത് അങ്ങേറ്റം ഗുരുതരമാണ്. മാത്രവുമല്ല അത് ഇസ്ലാം തന്നെ നശിച്ചു പോവാൻ കാരണമായി തീരുമെന്നാണ് ഇവർ തന്നെ ഇവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ളത്. നോക്കൂ, ഇവരുടെ തന്നെ പണ്ഡിതൻ, നേരത്തെ ഇപ്പോൾ ജിന്നു വിഭാഗത്തിലുള്ള പണ്ഡിതൻ, അങ്ങനെ തന്നെ പറയട്ടെ, അബ്ദുൽ ലത്തീഫ് സുല്ലമി മാറഞ്ചേരി, അദ്ദേഹം CD ടവറിൽ നിന്ന് ഇറക്കിയിട്ടുള്ള ഒരു കൈപുസ്തകമുണ്ട്. അത്തൗഹീദ് വ മഅന ഷഹാദത്തൈനി എന്നാണ് പുസ്തകത്തിന്റെ പേര്. അത്തൗഹീദ് വ മഅന ഷഹാദത്തൈനി, തൗഹീദും 2 ഷഹാദത്ത് കലിമകളും. അബ്ദുൽ ലത്തീഫ് സുല്ലമി മാറഞ്ചേരി, ഇന്ന് ജിന്നു വിഭാഗത്തിലാണ്. അതിൽ നോക്കൂ, അവസാന ഭാഗത്ത് ഇസ്ലാം ദുർബലപ്പെടുന്ന കാര്യങ്ങൾ 10 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിടത്ത് 7ാമത്തെ കാര്യമായി പറഞ്ഞത് സിഹ്ർ, മാരണം, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു വല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ വിശ്വസിക്കുകയോ അവ തൃപ്തിപ്പെടുകയോ അവയെ സഹായിക്കുകയോ ചെയ്യൽ ഇസ്ലാം ദുർബലപ്പെടുന്ന കാര്യമാണെന്നാ പറഞ്ഞത്. അബ്ദുൽ ലത്തീഫ് സുല്ലമി മാറഞ്ചേരി എഴുതിയ കൈപുസ്തകത്തിൽ നിന്നാണ് ഞങ്ങൾ വായിക്കുന്നത്. ഇനി നോക്ക്, നിങ്ങൾ ഇറക്കിയിട്ടുള്ള അഥവാ സക്കരിയ സലാഹിയുടെയും ഫൈസൽ മുസ്ലിയാരുടെയും വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണ വിഭാഗമാണ് അഹ്ലുസുന്ന പബ്ലിക്കേഷൻ. അവരിറക്കിയിട്ടുള്ള ഇമാം ദഹബി വൻ പാപങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ 22 മുതലുള്ള പേജിൽ സിഹ്റിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അവിടെ സിഹ്റിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അവിടെയും ചില യാഥാർത്ഥ്യങ്ങൾ അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. 24ാമത്തെ പേജിൽ സിഹ്റിൽ വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിൽ ഷിർക്ക് വരുന്ന, സിഹ്റിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ സിഹ്ർ കൊണ്ട് എനിക്ക് ഗുണമോ ദോഷമോ ഉണ്ടാകുമെന്ന വിശ്വാസം, ആ വിശ്വസിക്കുന്ന ആളുടെ ജീവിതത്തിൽ ഷിർക്ക് വരും. അതിൽ ഒരു രീതി കേട്ടോളൂ. സിഹ്റിലെ 2ാമത്തെ ഷിർക്കിന്റെ രൂപം മനുഷ്യ ജിന്ന് പിശാചുക്കൾക്ക് ഗൈബ് അദൃശ്യമറിയുമെന്ന വാദം കൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പങ്കു ചേർക്കലും സിഹ്റിൽ ഉൾപ്പെടുന്നു. അഥവാ മനുഷ്യ ജിന്ന് പിശാചുക്കൾക്കും മറ്റും ഗൈബ് അദൃശ്യമറിയാമെന്ന് വാദിച്ച് അത് വിശ്വസിച്ച് പ്രപഞ്ചത്തിലെ ഗൈബ് അദൃശ്യജ്ഞാനം അറിയുക എന്ന അള്ളാഹുവിന് മാത്രമുള്ള കഴിവിൽ ഷിർക്ക് പങ്കു ചേർക്കുന്ന വിശ്വാസമാകുന്നു സിഹ്ർ. വൻ പാപങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ 24ാമത്തെ പേജിൽ സൂചിപ്പിച്ചതാണ് പറഞ്ഞത്. അപ്പൊ സിഹ്ർ ഫലിക്കുമെന്ന വിശ്വാസം, ആ മാരണത്തിലൂടെ എനിക്ക് ഗുണമോ ദോഷമോ ഉണ്ടാകുമെന്ന വിശ്വാസമുണ്ടായാൽ അയാൾ പഴച്ചുപോയി എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് തന്നെയാണ് ഖുർആൻ നേരത്തെ പറഞ്ഞ സൂറത്ത് ഇസ്രായേലിലെ വചനത്തിലും സൂറത്ത് ഫുർഖാനിലെ 9-10 വചനങ്ങളിലും പറഞ്ഞത് ഫലല്ലു ഫലാ യസ്തതിഊന സബീല. അത് ഇന്നും എന്നും എക്കാലത്തും ആ വിശ്വാസം വെച്ച് പുലർത്തുന്നവരെ കുറിച്ച് ബാധകമാണ്. ഉപചോദ്യം ചോദിക്കുന്നത്, ഇവിടെ മുസമ്മിക്ക് സിഹ്ർ ബാധിച്ചു എന്ന് ഖുർആൻ പരാമർശിക്കുന്നുണ്ടല്ലോ. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന് ഏതോ ജൂത സ്ത്രീ സിഹ്ർ ചെയ്തു, അത് പഠിച്ചു എന്നാണിപ്പോ പറയുന്നത്. പക്ഷെ നിന്റെ സംശയം, നമ്മൾ ഈമാൻകാര്യത്തിൽ 6 കാര്യം വിശ്വസിക്കാൻ ഒരിക്കലും നിങ്ങൾ വിശ്വാസിയല്ല, ശേഷം ഇസ്ലാമിൽ 5 പറഞ്ഞു തരുന്നുള്ളൂ. അതിൽ 6ാമത്തെ അത് കവിത ഫൈരിയുടെ ശരീരം താല എന്ന് വിശ്വസിക്കാതെ ഒരാൾ ഒരിക്കലും മുസ്ലിം ആണില്ല. എനിക്കൊരു ഹൈറും ഷെറും നൽകാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ നിറഞ്ഞ വയറുള്ള സിഹർ, മുസാനബിക്ക് ഭാഗത്തെ സിഹർ എന്ന് പറയുന്നത് കണ്ണിന് മുമ്പിൽ കാണാം. അത് അവിടെ ഫിറൗനിന്റെ ജാലവിദ്യക്ക് അറിഞ്ഞിട്ട് വേറെ കെട്ടുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ അള്ളാഹ് റസൂൽ ചെയ്ത സിഹർ എന്ന് പറയുന്നത് ഏതോ ഒരു ജീവിതത്തിൽ ഏതോ ഒരു കിണറ്റ് കൊണ്ടിട്ട് എന്തൊക്കെ ചെയ്തിട്ട് ഇന്ന് അകലെയല്ല അള്ളാഹ് റസൂലിന് ബാധിച്ചു ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു വിശ്വാസം ഈമാൻകാരത്തിൽ 6ാമത്തെ അൽ ഖബീദ് ഖൈരി വ ശരി മിനല്ലാഹി തആലക്ക് എതിരല്ലേ? പിന്നെ എങ്ങനെ ടീം ഇസ്ലാമിൽ ഉൾക്കൊള്ളുമെന്ന് ചോദ്യം. സിഹ്ർ മൂസ അലൈഹിസ്സലാമക്ക് സിഹ്ർ ബാധിച്ചു എന്ന ചോദ്യകർത്താവിന്റെ ആ പരാമർശം മൂസാ നബിക്ക് ചില തോന്നലുകളൊക്കെ ഉണ്ടാക്കി എന്നതാണ്. അതും ഈ സിഹ്റും രണ്ടാണ്. ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഒന്ന് ജാലവിദ്യയായിരുന്നു. മൂസാ അലൈഹിസ്സലാമയുടെ മുമ്പിൽ അന്ന് സാഹിറന്മാർ കാണിച്ചത് ജാലവിദ്യയാണ്. അവരവരുടെ വടികളും കയറുകളൊക്കെ നിലത്തിട്ടപ്പോൾ അത് ഇഴയുന്നതായിട്ട് മൂസാ അലൈഹിസ്സലാമക്ക് തോന്നി എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. തോന്നി, അത്രയേ ഉള്ളൂ. മൂസാ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മുഅ്ജിസത്ത് അവിടെ പ്രദർശിപ്പിച്ചു.
ആ മുഅ്ജിസത്ത് അതിനൊക്കെ അവർ പകിട്ടാക്കി കാണിച്ചതിനൊക്കെ എന്ത് ചെയ്തു? വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതും മാരണത്തെക്കുറിച്ചാണ്. മാരണത്തെക്കുറിച്ചല്ല പറഞ്ഞത്, അത് ജാലവിദ്യയെക്കുറിച്ചാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്ന് പറയുന്നത് അത് മാരണമാണ്. ഒരു ജൂത സ്ത്രീയോ അതല്ലെങ്കിൽ ലബീദ് ബിൻ അൽസമോ തൊട്ടടുത്തുള്ള ദർവാൻ എന്ന് പറയുന്ന കിണറ്റില് ഈത്തപ്പനയുടെ കുലയും അതുപോലെ പ്രവാചകൻ മുടി ചീകാൻ ഉപയോഗിച്ച ചീർപ്പിന്റെ പല്ലും പ്രവാചകന്റെ മുടിയും കൊണ്ടുപോയിട്ടപ്പോൾ പ്രവാചകന് ഇപ്പുറത്ത് ചെയ്ത കാര്യം ചെയ്തിട്ടില്ല, ചെയ്യാത്ത കാര്യം ചെയ്തിട്ടുണ്ട് എന്ന അവസ്ഥ വന്നു. അഥവാ ബുദ്ധിക്ക് കുഴപ്പം സംഭവിച്ചു എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ഇതിലൂടെ അവർ പ്രചരിപ്പിക്കുന്നത് വൈബിയായിട്ട് ഗുണമോ ദോഷമോ വരുത്തി വെക്കാൻ അള്ളാഹു അല്ലാത്ത ശക്തിക്കും കഴിയും. അഥവാ ഈ ജൂതൻ ശൈത്താനെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തത് എന്നാണ്. ഇത് തീർത്തും ഇസ്ലാമിക വിരുദ്ധമാണ്. അതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്. മാത്രവുമല്ല, പ്രവാചകൻ വെല്ലുവിളിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. സൂറത്തു അഹ്റാഫിലെ 195 ആയത്തില് നിങ്ങൾ കുലിദുഉ ശുറക്കാഅക്കും, നിങ്ങൾക്ക് വിളിക്കാനുള്ള എല്ലാ ശരീക്കന്മാരെയും നിങ്ങൾ വിളിച്ചോളി. അതിൽ ജിന്നും മലക്കും അമ്പിയാക്കളും ഔലിയാക്കളൊക്കെ പെടും. എല്ലാ ശരീക്കന്മാരും വിളിച്ചോളൂ. കുലിദുഉ ശുറക്കാഅക്കും സുമ്മ കീദൂനി, പിന്നെ എനിക്കെതിരെ നിങ്ങൾ കുതന്ത്രം പ്രയോഗിക്കുക. ഫലാ തുൻദിറു, നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല. അപ്പൊ പ്രവാചകനെതിരെ കുതന്ത്രം പ്രയോഗിക്കാൻ, പ്രവാചകനെ ശാരീരികമായി ഉപദ്രവിക്കാൻ, അത്തരത്തിൽ പരാജയപ്പെടുത്താൻ ജിന്നും മലക്കും അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ ഉൾപ്പെടെ പടച്ചവനിൽ നിങ്ങൾ പങ്കുചേർക്കുന്ന എല്ലാ ശക്തികളെയും ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്തോ എന്ന വെല്ലുവിളി അങ്ങനെ നടത്താൻ അള്ളാഹ് കൽപ്പിക്കാൻ കാരണം എന്താ? വൈബിയായിട്ട് ഗുണമോ ദോഷമോ വരുത്തി വെക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനം സ്ഥാപിക്കാനാണ്. അപ്പൊ ആ അടിസ്ഥാനത്തെയാണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണം ബാധിച്ചു, അല്ലെങ്കിൽ നമുക്ക് മരണം ബാധിക്കും എന്ന ഈ വിശ്വാസത്തിലൂടെ ഇവർ തകർക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പഴച്ചു പോവുകയും ചെയ്തു. സഹോദരങ്ങളെ, നമ്മളൊരു 11 മണി വരെ തുടരണമെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം വന്നതുകൊണ്ട് തന്നെ പല ആളുകളും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞതനുസരിച്ച് നമ്മൾ കൃത്യം 10:30 മണിക്ക് തന്നെ ഈ സെഷൻ അവസാനിപ്പിക്കും. നമ്മൾ പരമാവധി അവസരം നൽകി. കഴിഞ്ഞ പരിപാടിയിലും നമ്മുടെ ആദ്യത്തെ പരിപാടിയിൽ നമ്മൾ പരിപാടിയുടെ അവസാന ഭാഗത്ത് അവസരം നൽകിയിരുന്നു ചോദിക്കാനുള്ള. ഇപ്പോഴും അവസരം നൽകിയിട്ടുണ്ട്. ഇനിയും സംശയമുള്ള ആളുകൾക്ക് നമ്മളുമായി നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നേരത്തെ ഉണ്ടായ സംഭവം ഇവിടെ നമ്മൾ ഷബാബ് വായിച്ചു. ആ ഷബാബ് ഒന്ന് വായിക്കാൻ തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അലിമദിനി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റേജിലേക്ക് ആക്രോശിച്ചുകൊണ്ട് അങ്ങനെയല്ല, എനിക്ക് ഇപ്പം തന്നെ കിട്ടണം എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രവർത്തകൻ ആ കുട്ടിയെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടുള്ളത്. അതിന്റെ പേരിലാണ് പ്രശ്നങ്ങൾ നടന്നിട്ടുള്ളത്. അത് ഈ അറിയാത്ത ആളുകളെ ഇനി ധരിപ്പിച്ചു എന്ന് മാത്രം. അടുത്ത ചോദ്യം ചോദിക്കാം. എന്റെ ചോദ്യം, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെ പ്രബോധന പ്രവർത്തനങ്ങൾ പാലമായി സ്വീകരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നയമാണോ? സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തൽ. നരകാവകാശികളുടെ കുറ്റത്തെ രണ്ടാക്കി ചുരുക്കിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ. നരകാവകാശികൾ ചെയ്ത കുറ്റം എന്താണ് എന്ന് പറയുന്നിടത്ത് അതിനെ വെറും രണ്ടാക്കി ചുരുക്കി. സൂറത്തു ഹാക്കയിൽ ഖുദൂഹു ഫഉല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂഹു സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ സബൂന ദിറാഅൻ ഫസ്ലുഖുഹു. ഒന്നാമത്തെ കാരണം എന്താ? നരകാവകാശിയെ നരകത്തിലേക്ക് വലിച്ചെറിയണം. എന്തുകൊണ്ട് ഇവൻ നരകത്തിൽ പ്രവേശിച്ചു? നമ്പർ 1, ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം, അത്യുന്നതനായ പടച്ചവനിൽ അവൻ വിശ്വസിച്ചിരുന്നില്ല. രണ്ടാമത്തെ കാരണം വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ, അഗതിക്ക് വിഭവം നൽകാൻ അവൻ പ്രേരിപ്പിച്ചിരുന്നില്ല. ഇതിന്റെ അപ്പുറം വേറൊരു മൂന്നാമത്തെ കാരണം പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് നരകാവകാശിയുടെ ആ നരകപ്രവേശനത്തിനുള്ള കാരണം രണ്ടാക്കി ചുരുക്കിയപ്പോൾ അതിൽ ഒന്ന് പടച്ചവനിൽ വിശ്വസിച്ചില്ല,
രണ്ടാമത്തേത് അഗതികളെ അവൻ പരിഗണിച്ചില്ല എന്നാ പറഞ്ഞിട്ടുള്ളത്. അഥവാ പടച്ചവനിൽ വിശ്വസിക്കുന്ന ഒരാളുടെ ബാധ്യതയാണ് ഇത്തരത്തിലുള്ള അഗതികളും വിധവകളും അനാഥകളും കഷ്ടപ്പെടുന്നവരുമായിട്ടുള്ള ആളുകളുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നത്. സൂറത്ത് മുദ്ദസ്സിറാണ് എന്ന് എന്റെ ഓർമ്മ. മാ സലക്കക്കും ഫീ സഖർ, എന്തുകൊണ്ട് നിങ്ങൾ നരകത്തിൽ പ്രവേശിച്ചു ചോദ്യമാണ്. ഒന്നാമത്തെ മറുപടി ലൻ നകും മിനൽ മുസല്ലീൻ എന്ന, ഞങ്ങൾ നമസ്കരിച്ചിരുന്നില്ല. രണ്ടാമത്തെ മറുപടി എന്താ? കാരണം എന്താ? വലം നകു നുത്ഇമുൽ മിസ്കീൻ, അഗതികൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകിയിരുന്നില്ല. അപ്പോൾ നോക്ക്, നമസ്കാരക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട മറ്റൊരു ഗുണമാണെന്ത്? അഗതികളെ, ഇത്തരത്തിലുള്ള ആളുകളെ പരിഗണിക്കുക എന്നുള്ളത്. എന്താണ് പുണ്യം എന്ന് വിശദീകരിക്കുന്നു സൂറത്ത് ബക്കറയിലെ 177-ാമത്തെ ആയത്തിൽ. എന്താണ് പുണ്യം? ലൈസൽ ബിർറൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി എന്ന് പറഞ്ഞിട്ട് ഖിബല മാറ്റവുമായി ബന്ധപ്പെട്ടിറങ്ങിയ ആയത്താണ്. അതിൽ പുണ്യം ഒന്ന് വിശ്വാസം നേരെയാക്കലാണ്. എന്നാൽ പിന്നീടുള്ള പുണ്യം പറഞ്ഞ എന്താ അറിയോ? വആത്തൽ മാല അലാ ഹുബ്ബിഹി ലവിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ വസ്സായിലീന വഫിൽ റിഖാബ്, സമ്പത്തിനോട് സ്നേഹമുള്ളതോടൊപ്പം കൊടുക്കണം. ആർക്കൊക്കെ കൊടുക്കണം? അടുത്ത ബന്ധുവിന്, ലവിൽ ഖുർബ, അനാഥ, അഗതി, അതുപോലെ തന്നെ ചോദിച്ചു വരുന്നവൻ, പിരടിയുടെ മോചനം, വഫിൽ റിഖാബ്. നമുക്ക് പരിചയമുള്ള ആയത്താണ് ഫലത്തഅമൽ അഖബ വമാ അദ്റാകമൽ അഖബ ഫക്കു റഖബ. പിരടിയെ മോചിപ്പിക്കണം. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കാൻ പ്രവർത്തിക്കൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. എന്നാൽ ചോദ്യത്തിന്റെ മർമ്മം എവിടെയാ? അത് വിശ്വാസിയുടെ ബാധ്യതയാണ്. അത് മതത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി ഉപയോഗപ്പെടുത്താമോ എന്നാ. സൂറത്തു ദഹ്റിൽ വിശ്വാസികൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരുടെ പ്രഖ്യാപനം ഖുർആൻ എടുത്തു ധരിച്ചിട്ടുണ്ട്. സഹാബികൾ പ്രഖ്യാപിച്ചത്, ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ല. ഞങ്ങൾ നിങ്ങൾക്ക് ഈ വിഭവങ്ങളൊക്കെ നൽകിയത് പടച്ചവന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ്. ലാ